സത്യമായ സ്നേഹം. ചോദ്യം: जिन बच्चों की बाप से प्रीत है उनकी निशानियां क्या हो? ഏത് കുട്ടികൾക്കാണോ ബാബയോട് സ്നേഹമുള്ളത് അവരുടെ അടയാളം എന്തായിരിക്കും? ഏത് കുട്ടികൾക്കാണോ ബാബയോട് സ്നേഹമുള്ളത് അവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: बाबा से सच्ची प्रीत है तो एक उन्हें ही याद करेंगे उनकी ही मत पर चलेंगे. ബാബയോട് സത്യമായ സ്നേഹമുണ്ടെങ്കിൽ ആ ഒരാൾ തന്നെ ഓർമ്മിക്കും, ആ ഒരാളുടെ മതപ്രകാരം നടക്കും. മനസ വാച കർമ്മണ കിസിക്കോ ബി ദുഃഖ നഹി തേത്തി. മനസ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകില്ല. കിസിക്കെ പ്രതി ഘൃണ നഹിം രഹേ. ആരെ പ്രതിയും വെറുപ്പുണ്ടാവില്ല, വെറുപ്പ് വയ്ക്കില്ല. അപ്പന സച്ചാ സച്ചാ പോത്താമേ ബാക്കോ ദേങ്കി. തന്റെ സത്യസന്ധമായ കണക്ക് ബാബയ്ക്കുന്നു. കുസംഗ് സെ അപ്പനെ സംഭാൽ കരെ. തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും തന്നെ സംരക്ഷിക്കും. നമുക്ക് ബാബയോട് യഥാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ ബാബ പറയാണ്, സ്നേഹമുണ്ടെങ്കിൽ ഓർമ്മ വരും, ബാബയെ ഓർമ്മിക്കും. അപ്പോൾ ബാബയുടെ മതപ്രകാരം, കാരണം ബാബ മതം നൽകുന്നത് നമ്മളെ ഉയർച്ചയ്ക്കാനാണ്, നമ്മളെ ദേവതയാക്കാനാണ്. അതുകൊണ്ട് ആ മതപ്രകാരം. പക്ഷെ ബാബ എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ബാബ പറയാണ്, വേറെ ഒരാള് നമ്മള് ബാബയുടെ സൃഷ്ടിയിൽ ഒന്നിനെയും നമ്മള് മനസ്സ വാച കർമ്മണ വേദനിപ്പിക്കരുത്. ആരെങ്കിലും നമ്മളോട് മോശമായി പെരുമാറാണെങ്കിലും ബാബ പറയാണ് അവരോട് നമ്മൾ വെറുപ്പ് വയ്ക്കരുത്. ബാബ പറയാണ് തന്റെ സത്യസന്ധമായ കണക്ക്, തന്റെ വരവ് ചെലവ്, അത് ഏത് കാര്യത്തിന് വ്യയം ചെയ്യുന്നു, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ബാബയെ അറിയിക്കണം. കുസംഗം, ഈ ലോകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലിയുഗമാണ്, കുസംഗമാണ്. അതിൽ നിന്നും നമ്മൾ രക്ഷിച്ചോളൂ. ഗീതം: ധീരജികർ മനുവ. ധൈര്യമായിരിക്കൂ മനുഷ്യൻ. ഓം ശാന്തി. ब्राह्मणों को तो जरूर धीरज ही होगा क्योंकि ब्राह्मणों की ही परमपिता परमात्मा के साथ प्रीत है नंबरवार പുരുഷാർത്ഥനുസാരം. തീർച്ചയായിട്ടും ബ്രാഹ്മണർക്ക് ധൈര്യമായിട്ടിരിക്കാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണരുടെ കൂടെ പരംപിത പരമാത്മാവ് ഉണ്ട്. പക്ഷെ ബാബ പറയണു ആ പ്രീതി നമ്മുടെ പുരുഷാർത്ഥത്തിനനുസരിച്ചാണ്. നമ്മൾ എത്രത്തോളം ആത്മാഭിമാനികളായിട്ടുണ്ട് അത്രത്തോളം നമുക്ക് ബാബയുടെ പ്രീതി ഉണ്ടാകും. സബ്കി ഏക് ജൈസി പ്രീത് നഹി ഹെ. എല്ലാവർക്കും ബാബയോട് ഒരേപോലെ സ്നേഹമില്ല. ജൈസെ ബാബ മമ്മ അവർ ബച്ചെ അപ്പന അപ്പന അനുഭവം സുനാത്തെ ഹി. ബ്രഹ്മബാബയും മമ്മയും കുട്ടികളും അവരവരുടെ അനുഭവം കേൾപ്പിക്കാറുണ്ട്. ബാബയെ എങ്ങനെ ഓർമ്മിക്കുന്നു, എത്ര സമയം ഓർമ്മിക്കുന്നു, എത്ര സ്നേഹത്തോടുകൂടി ഓർമ്മിക്കുന്നു, ഇതൊക്കെ അനുഭവം പറയാറുണ്ട്. അഹം ആത്മ അപ്പനേലിയെ കാത്തെ. ഞാൻ ആത്മാവെന്ന് നമ്മളെ കുറിച്ച് നമ്മൾ പറയും. ബാബ ഫിർ അഹം പരമാത്മാ കഹേ. ശിവബാബ എന്ത് പറയും? അഹം പരം ആത്മാ. ഞാൻ പരം ആത്മാവ്, അല്ല ഞാൻ പരമാത്മാവ്, ഞാൻ ശിവനാണ്. ഇതെല്ലാം ബാബയ്ക്കേ പറയാൻ പറ്റും. ഹംസോ സോഹം അത് ദേവതകളായ നമുക്ക് പറയാം, ദേവതാത്മാക്കളായ നമുക്ക് പറയാം. നമ്മൾ ആത്മാക്കളാണ്. ഓം ശാന്തി എല്ലാ ആത്മാക്കൾക്കും പറയാം. കഴിഞ്ഞ മമ്മയുടെ ക്ലാസ് അതായിരുന്നു. अहम आत्मा कहती है मैं परमपिता परमात्मा की बहुत याद करती हूँ क्योंकि जानती हूँ आधा कल्प हमने रावण राज्य में बहुत दुख देखा. ആത്മാവായ ഞാൻ പറയുകയാണ്, എനിക്ക് പരംപിത പരമാത്മാവിനോട് വളരെ സ്നേഹമുണ്ട്. ഞാൻ ബാബയെ നന്നായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം അരകൽപ്പം വളരെയധികം ദുഃഖങ്ങൾ ഈ കലിയുഗത്തിലെ അല്ലെങ്കിൽ ഈ രാവണ രാജ്യത്തില് അനുഭവിച്ചു. അപ്പൊ ആ ദുഃഖങ്ങളിൽ നിന്നും ബാബ നമ്മളെ മോചിപ്പിച്ചു എന്നുള്ള ആ സന്തോഷവും സ്നേഹവുമാണ് ഓർമ്മയുടെ ആധാരം. ഐസേ ദുഃഖ ഹോത്താ. രാവണ രാജ്യത്തിന്റെ ആരംഭം മുതൽ ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല. നഹി രാവൺ രാജ്യമേ ധീരെ ധീരെ ദുഃഖത്തെ വൃത്തി ഹോത്തി. ഈ രാവണ രാജ്യത്തിൽ പതുക്കെ പതുക്കെയാണ് ദുഃഖം കൂടിക്കൂടി വരുന്നത്. കലായും കം ഹോത്തി ജാതി. നമ്മുടെ ആത്മാവിന്റെ കലകള്, ഗുണങ്ങള്, ശക്തികള് കുറയുന്നതനുസരിച്ച് നമുക്ക് ദുഃഖങ്ങൾ കൂടിക്കൂടി വരും. അഹം ആത്മാക്കോ അബ് പരംപിത പരമാത്മാ ബദലാത്തെ ഹേ കി പഹലെ തും അവിഭിചാരി ഭക്തി മേ തെ സിർഫ് മുझे യാദ് കർത്തെ തെ. ആത്മാവായ എന്നെ ഇപ്പോൾ പരംപിത പരമാത്മാവ് പഠിപ്പിക്കുകയാണ്, പറഞ്ഞു തരികയാണ്. ആദ്യം നീ അവിഭിചാര ഭക്തിയാണ് ചെയ്തത്. അവിഭിചാര ഭക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാളെ ഓർമ്മിക്കുന്നു. അപ്പോൾ മനസ്സധികം സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടില്ല. അപ്പൊ മനസ്സിന്റെ ശക്തികൾ പോകില്ല. പിന്നെ നമ്മൾ ഭക്തിയിലും പലരെ ഓർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ തെറ്റി മനസ്സിന്റെ ശക്തികൾ പോയി. ബാബ പറയാണ്, നിങ്ങൾ എന്നെയായിരുന്നു ഓർമ്മിച്ചിരുന്നത്. വ്യഭിചാരി രജോഗുണി ഭക്തിമയമായി. പിന്നെ വ്യഭിചാര രജോഗുണ ഭക്തി. രജോഗുണ ഭക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ദേവതകളുടെ ഭക്തി കൂടി ആരംഭിച്ചു. അഭി തോ തമോഗുണി ഭക്തി ഹോ ഗയി ഹെ
जो आया उनको पूजते रहते, इसको कहा जाता कि ഭൂത പൂജ, क्योंकि शरीर 5 तत्वों का बना हुआ है. ഇപ്പോൾ ദേവതകളെയും വിട്ടെന്താണ് തമോ ഗുണ ഭക്തിയാണ് മനുഷ്യരുടെ ഭക്തി. മനുഷ്യന്റെ കീർത്തനം പാടുന്ന പറയും. അപ്പൊ ബാബ പറയാണ് ഈ മനുഷ്യർ എന്ന് പറയുമ്പോഴത് പഞ്ചഭൂതങ്ങളാണ്, ശരീരമാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങളെ പൂജിക്കുകയാണ്. യഹ് ഫലാന സ്വാമി ഹെ സിർഫ് 5 തത്വം കെ ശരീർ കോ ദേഖ് കാത്തെ. ഇന്ന സ്വാമി എന്ന് പറയുന്നത് ആത്മാവിനെ കണ്ടിട്ടൊന്നുമല്ല, അല്ലെ, പഞ്ചതത്വങ്ങളുടെ ശരീരത്തെ കണ്ടിട്ടാണ്. രവിശങ്കർ, എന്റെ ഗുരു രവിശങ്കർ ആണ്, രവിശങ്കറിനെ പൂജിക്കുന്നതെന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് പ്രകൃതി ഉണ്ടാക്കിയ ഒരു ദേഹമാണ്. അപ്പൊ ബാബ പറയുന്നത് തമോ ഗുണ ഭക്തിയാണ്. പുനംകെ ചരണോമേ ഗൃത്തെ, അതും പോരാഞ്ഞിട്ട് എന്താ, പഞ്ചതത്വങ്ങളിൽ തന്നെ പൊടിയൊക്കെ ചവിട്ടി നടക്കുന്ന കാലത്തിൽ പോയിട്ടാണ് വീഴുന്നത്. അപ്പൊ ഒന്നുകൂടി അത് പതിച്ചു എന്നാണ്. മറ്റത് നമ്മൾ കൈകൂപ്പി തൊഴുവായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നു കാൽക്കലാണ്, അതായത് ഉള്ള പൊടിയും കൂടി നമ്മൾ ഇട്ടെടുത്തിരിക്കാം. യഹ്ഹേ തമോ പ്രധാന ഭക്തി. ഇതിനാണ് ബാബ പറയുന്നത് തമോ പ്രധാന ഭക്തി. अभी हम आत्मा जानते हैं परमपिता परमात्मा फिर से आए हैं हमको अपना वर्षा देने, इसलिए जितना हो सके उनको याद करते हैं. ഇപ്പോൾ ആത്മാവായ എനിക്കറിയാം പരംപിത പരമാത്മാവ് വീണ്ടും വന്നിരിക്കുകയാണ് നമുക്ക് നമ്മുടെ സ്വത്ത് നൽകുന്നതിന് വേണ്ടി, സമ്പത്ത് നൽകുന്നതിന് വേണ്ടി. അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം, ശിവബാബയെ ഓർമ്മിക്കണം, അല്ലെ. രജോഗുണ ഭക്തിയും കഴിഞ്ഞു, തമോ ഗുണ ഭക്തിയും കഴിഞ്ഞു. അത്രയും ദുഃഖങ്ങൾ അനുഭവിച്ചു, കലകളില്ല, ശക്തികളില്ല, ഗുണങ്ങളില്ല, ദുഃഖങ്ങൾ ഏറിയാണ്. ആ സമയത്താണ് ഈശ്വര വന്ന് കൈക്ക് പിടിച്ചിരിക്കുന്നത്. അപ്പൊ ബാബ പറയാണ് എന്നെ നന്നായിട്ട് ഓർമ്മിക്കണം. ഉൻകാ ഫർമാൻ ഹേ നിരന്തർ ഉച്ചേ യാദ്. ബാബയുടെ ആജ്ഞ ഇതാണ്, നിരന്തരം എന്നെ ഓർമ്മിക്കുക. ആ പരംധാമത്തിൽ ഇരിക്കുന്ന പരമ പവിത്ര വസ്തുവിനെ ഓർമ്മിച്ച് 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 ബാബ പറയാണ് നമ്മുടെ ആത്മാവും അതുപോലെ ആകണം. ദേഹി അഭിമാനി ഭവ അഥവാ ആത്മ അഭിമാനി ഭവ. ബാബ പറയാണ് ദേഹി അഭിമാനിയായി മാറും, ആത്മാഭിമാനിയായി മാറും. ബാബ സുനാത്തെ ഹേ ഘടി ഘടി ബാബോ ശുക്രിയ കർത്ത. ബാബ കേൾപ്പിക്കുകയാണ് അടിക്കടി നമ്മൾ ബാബയോട് നന്ദി പറയും. ബാബ ആപ്പിനെ മുझे അന്ധ്യാരാ സെ നികാലാ. ബാബ എന്തൊരു അന്ധകാരത്തിലായിരുന്നു. ഈശ്വരൻ ആരാണ്, ബ്രഹ്മം ഏതാണ്, ആത്മാവ് എന്താണ്, ഭക്തി എന്താണ്, സ്വർഗം എന്താണ്, നരകം എന്താണ്, മുക്തി എന്താണ്, ജീവൻമുക്തി എന്താണ്, ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു, അല്ലെ. എങ്ങനെയൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കായിരുന്നു. ബാബ അതിൽ നിന്ന് രക്ഷിച്ചു. ബാബയോട് നന്ദി പറയണം. ബാബയ്ക്ക് സാത്ത് ഹമാരി പ്രീതി. അതുകൊണ്ട് നമുക്ക് ബാബയോട് ഇഷ്ടമുണ്ട്. ആ ഒരു സബ്കി ഹേ വിനാശകാലെ വിപരീത ബുദ്ധി വഹു പൂരാ വാർസ ലെനസ്. ബാക്കി ലോകത്തിൽ എല്ലാവർക്കും എന്താണ്, ഈ വിനാശ സമയത്ത് വിപരീത ബുദ്ധിയുണ്ട്. അവർ ഈ പഞ്ചഭൂതങ്ങളെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുകയാണ് അവർക്ക് പൂർണ്ണമായി സമ്പത്തിന്റെ അടുത്തുനിന്ന് കിട്ടത്തില്ല. ലൗകിക് ബച്ചോം കി ബാബ് സെ പ്രീത് ഹോത്തി. ലൗകിക കുട്ടികൾക്കും അച്ഛനോട് സ്നേഹം ഉണ്ടാകും. ബാബ കി മത് പർ ചലത്തെ ഹേ തോ ബാബ ബി രാസി ഹോത്തെ. ലൗകിക അച്ഛന്റെ ആ ആജ്ഞപ്രകാരം നടക്കാണെങ്കിൽ, പദപ്രകാരം നടക്കാണെങ്കിൽ അച്ഛന് സന്തോഷമാകും. അഗർ ബച്ച മത് പർ നഹീം ചലത്ത തോ ബാബ് രാസി നഹീം രഹത്ത. ജോ മത് പർ ന ചലെ വഹ് കബൂത്ത് ഡഹരി. കുട്ടി അച്ഛന്റെ മതപ്രകാരം, അഭിപ്രായ പ്രകാരം, ഉപദേശപ്രകാരം നടന്നില്ലെങ്കിൽ അച്ഛന് ഇഷ്ടമാവില്ല. ബാബ പറയാണ് അവര് കുപുത്രന്മാരാണ്. तो बेहद का बाब भी कहते मुझे याद करो तो तुम्हारे विकर्म भस्म होते जाएंगे. പരിധി ഇല്ലാത്ത ബാബയും ഇതാണ് പറയുന്നത്. ഇതാണ് ബാബയുടെ ഉപദേശം. എന്നെ ഓർമ്മിക്കുമെങ്കിൽ ഈ ദേഹബോധത്തിലുണ്ടായ പഞ്ചഭൂതങ്ങളെ ഓർമ്മിച്ചുണ്ടായ വികർമ്മങ്ങൾ വിനാശമാകും. മേരെ ബനെ ഹോത്തോ കൊയ് ഭി പാപകർമ്മ കർമ്മേന്ദ്രിയം സെ നഹീം കർ. എന്റെ കുട്ടി ആയെങ്കിൽ കർമ്മേന്ദ്രിയങ്ങളിലൂടെ പാപകർമ്മങ്ങൾ ചെയ്യരുത്. കബി ശ്രീമത്ത് കാ ഉല്ലംഘൻ നഹീം കർണ. ഒരിക്കലും ബാബയുടെ ശ്രീമത്തിനെ ലംഘിക്കരുത്. ബാബ തുമേം പൂജാരി സെ പൂജ് ബനാ രഹാ ഹി തോ ബാബ കാ കിतना ശുക്രിയ മാനനാ ചാഹിയെ. ബാബ നമ്മളെ പൂജാരിയിൽ നിന്നും പൂജരാക്കുകയാണ്. അപ്പോൾ ബാബയ്ക്ക് നമ്മൾ എത്ര നന്ദിയുള്ളവരാകണം. ഉൻകി മത് പർ നഹീം ചലേംഗെ തോ ജന്മ ജന്മാന്തർ കെ ലിയെ ബദ് ഭ്രഷ്ട് കർ. ബാബ പറയാണ് സ്വയം ഈശ്വരൻ വന്നിട്ട് ഒരു ഉപദേശം നൽകുമ്പോൾ അത് മനസ്സിലാക്കിയവർ അതനുസരിച്ച് നടന്നില്ലെങ്കിൽ ജന്മജന്മങ്ങളിൽ പദവി ഭ്രഷ്ടമാകാണ്. ഭൽ ഹം യഹം ഭ്രഷ്ട പൂതുബലിത്തിക്കോ കാത്തെ. ഇവിടെ ഈ മലമൂത്രം നിറഞ്ഞ അവസ്ഥയ്ക്കാണ് ഈ ഭ്രഷ്ടം എന്ന് പറയുന്നത്. പരന്തു വഹം കം പതുക്കോ ഭ്രഷ്ട പതുക്കാത്തെ. എന്നാൽ ഭ്രഷ്ട പദവി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ വളരെ ചെറിയ പദവി. അവിടെ ആരും ഭ്രഷ്ടരില്ല, ആരും ദേഹബോധത്തിലില്ല. പക്ഷെ ബാബ പറഞ്ഞ ഇവിടെ ദേഹബോധത്തിൽ ജീവിച്ചത് കൊണ്ട് ആത്മബോധത്തിന്റെ രാജ്യത്ത് വളരെ ചെറിയ പദവിയായിരിക്കും. ബാബ കാത്തേഹി അച്ചി രീതി പ്രീതിയിലാക്കാവും. അപ്പൊ ഇതിനൊക്കെ പരിഹാരം എന്ന് എത്രത്തോളം നമ്മൾ ബാബയെ സ്നേഹിക്കുന്നു അത്രത്തോളം ബാബയുടെ സമ്പത്ത് കരുതണമെങ്കിൽ, എത്രത്തോളം ബാബയെ സ്നേഹിക്കുന്നു അത്രത്തോളം നമ്മൾ അധികാരികളാകും, ആത്മാഭിമാനികളാകും, ഗുണമുള്ളവരാകും, പവിത്രത്തിലുള്ളവർ. അപ്പൊ അതനുസരിച്ച് പവിത്ര ലോകത്ത് നമുക്ക് പദവി കിട്ടും. അപ്പൊ ബാബ പറഞ്ഞ സാധിക്കുന്നിടത്തോളം എന്നെ സ്നേഹിക്കേ. ജൈസെ സ്ത്രീ പതിക്കോ യാദ് കർത്തിഹേ വൈസെ തും മുझे യാദ് കർ. ഏതുപോലെ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ ഓർമ്മിക്കുന്നു അതേപോലെ എന്നെ ഓർമ്മിക്കണം.
മേരി ശ്രീമത്ത് पर चल, എന്റെ ശ്രീമത്ത് അനുസരിച്ച് നടക്കൂ. മനസ വാച കർമ്മണ കിസ്കോ ദുഃഖനം. ബാബയുടെ ശ്രീമത്താണ് മനസ്സ. ഒരാൾ നമ്മളോട് വളരെ മോശമായി പെരുമാറും, നമ്മുടെ ഹൃദയം അത്ര വേദനിച്ചു. വേദനിക്കാൻ പാടില്ല എന്ന് ബാബ പറഞ്ഞിട്ട് അതൊരു ശ്രീമത്താണ്. ദുഃഖം എടുക്കരുത്. പക്ഷെ ദുഃഖിച്ചു. എന്നാലും ബാബ പറയണം മനസ്സുകൊണ്ട് ശപിക്കരുത്. മനസ്സുകൊണ്ടുള്ള ശാപമാണ് യഥാർത്ഥത്തിൽ മനസ്സാ ദുഃഖം കൊടുക്കാണ്. നിങ്ങൾ അനുഭവിക്കും എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സാ ദുഃഖം കൊടുക്കാം. കരുതുന്നെങ്കിൽ നമ്മുടെ വേദനയുടെ സങ്കല്പം അവർക്ക് വേദന ഉണ്ടാക്കും. വാക്കുകൾ കൊണ്ടും ബാബ പറഞ്ഞ ദുഃഖം കൊടുക്കരുത്, പ്രവൃത്തി കൊണ്ടും ദുഃഖം കൊടുക്കരുത്. മന്മേമ്പി കിസി കെലിയെ ഘൃണാനഹി. മനസ്സിൽ പോലും ബാബ പറയാണ് ആരോടും വെറുപ്പ് വയ്ക്കരുത്. എന്തുകൊണ്ടാണ്? ഹർ ആത്മാ അപ്പന പാട്ട് ബജാരും. ഓരോ ആത്മാവും അവരുടെ നമ്മൾ കാണുന്നത് ദേഹത്തെയാണ്. പക്ഷെ ദേഹമല്ലല്ലോ പ്രവർത്തിക്കുന്നത്, അതിനകത്തിരിക്കുന്ന ആത്മാവാണ്. ആത്മാവ് അങ്ങനെ പ്രവർത്തിക്കാൻ കാര്യം എന്താണ്? ആത്മാവിൽ അങ്ങനെയാണ് കുറിച്ചു വെച്ചിരിക്കുന്നത്. ആ സമയത്ത് നാടകത്തില് അവരങ്ങനെ പെരുമാറണമെന്ന് നാടകത്തിലുണ്ട്. അതുകൊണ്ട് ആത്മാവ് അങ്ങനെ പ്രവർത്തിച്ചു. നമ്മൾ കാണുന്നത് മുഖത്തെയാണ്. അപ്പൊ നമുക്ക് വെറുപ്പായി, ദേഷ്യമായി, ദുഃഖമായി ബാബ പറയണു അത് പാടില്ല, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇന്നലത്തെ വരദാനം എന്തായിരുന്നു? ബൂരായി. ഇങ്ങനെ ജീവിതത്തിൽ വരുന്ന മോശമായ കാര്യങ്ങളെ സൈലൻസിന്റെ പവറിലൂടെ നമ്മൾ നല്ലതിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പഠിക്കും. അല്ലെ? മോശം വരുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പൊ ജീവിതത്തിൽ അവരെന്നോട് എന്തുകൊണ്ട് മോശമായി പെരുമാറും? നമുക്കൊരു വേദന ഉണ്ടായി, പക്ഷെ നമ്മൾ മനസ്സിലാക്കി ആ ആത്മാവിന്റെ ആ സമയത്തെ പാർട്ടാണ്. അത് എന്റെ നേരെ വരാനുള്ള കാരണം എന്താണ്? എന്തോ എന്റെ ഒരു കർമ്മമാണ്. അപ്പൊ ഇവിടെ സംഭവിച്ച എന്താണ്? എന്റെ നെഗറ്റീവ് കർമ്മം പേടി. പിന്നെ എനിക്ക് സഹനശക്തി വർദ്ധിച്ചു. അവരെല്ലാം നല്ലതിനാണ്. അപ്പൊ അതിന് കുറച്ച് നിശബ്ദമായിരുന്നില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ പെട്ടെന്ന് പ്രതികരിച്ചു. അപ്പൊ പാപകർമ്മം, വാച പാപകർമ്മമായി, മനസ്സ പാപകർമ്മമായി. തും ജനത്തെ ഹോ അഭി കാ യഹ് ജന്മ ഭവിഷ്യ കെ ജന്മ സേ ഭി ഊഞ്ച ഹെ. നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ബ്രാഹ്മണ ജന്മം ഭാവിയിലെ ദേവജന്മത്തെക്കാൾ ഉയർന്നതാണ്. യഹം ഹം ഈശ്വരീയ ഔലാദ് ബനെ. ഇവിടെ നമ്മള് ഈശ്വരന്റെ മക്കളായി. സത്യവുമേം ദേവി ഔലാദ് ഹോം. സത്യത്തിൽ ദേവതകളുടെ കുട്ടികളായി. യഹാം കി മഹിമ ജാസ്തി. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ കുട്ടികളാണ്, അവിടെ ദേവതകളുടെ കുട്ടികളാണ്. ദൈവം വലുതായതുകൊണ്ട് ഇത് തന്നെയാണ് വലിയ ജന്മം. ജഗദംബ സെ 21 ജന്മം കാ വർഷ മിൽത്താ ഹെ, ലക്ഷ്മി സെ ക്യാ മിൽത്താ ഹെ. ഇവിടെ നമ്മൾ ജഗദംബയുടെ കുട്ടികളാണ്. 21 ജന്മത്തെ സമ്പത്ത്. സത്യത്തിൽ ലക്ഷ്മിന് എന്ത് കിട്ടാനാണ്? ഇൻ ബത്തുംകോ നയ കൊയ് സമജ്താ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയവർക്ക് മനസ്സിലാകും. കാരണം അവിടെ നമുക്കൊന്നും നമ്മൾ ലോകത്തിന് വേണ്ടി ചെയ്യുന്നില്ല, ഭാവിയിൽ നിന്ന് എടുക്കുന്നില്ല, ഒന്നുമില്ല. ഇവിടെ കിട്ടിയ സ്വത്ത് അവിടെ അനുഭവിച്ച് പതുക്കെ പതുക്കെ സ്റ്റോക്ക് കുറയാണ്. ആദ്യത്തോ ബഹുത് ഹേ പരന്തു ജിൻകോ നിശ്ചയ നഹി ബഹു ടഹർ ന സക്. ധാരാളം പേര് ജ്ഞാനമാർഗത്തിൽ വരും, പക്ഷെ നിശ്ചയമില്ലാത്തവർ ഉറച്ചിരിക്കില്ല. ബാബ മമ്മ ബച്ചോം കെ മിത്ര സംബന്ധി ആദ്യത്തോ ബഹുത് ഹേ അഥവാ ഓഫീസേഴ്സ് ആദി ആത്തെ ഹേ തോ ആലോക് കിയാ ജാതാ ഹെ. മമ്മയുടെയും ബാബയുടെയും അതുപോലെ ബാബയുടെ കുട്ടികളുടെയൊക്കെ ബന്ധുമിത്രാദികളൊക്കെ വരും. അതേപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഓഫീസേഴ്സ് ഒക്കെ വരും. ബാബ പറഞ്ഞു അവര് അകത്ത് കിടക്കാൻ അനുവദിക്കും, ക്ലാസ് കേൾക്കാൻ അനുവദിക്കും, ബാബയെ കാണും. പക്ഷെ ബാബ പറയാണ് അവരങ്ങനെ ഉറച്ചിരിക്കണമെന്നൊന്നുമില്ല. കഹാം തെർ ലഗ് ജായേ വിചാരം കാ കല്യാൺ ഹോ ജായേ. പിന്നെ എന്തിനാ ബാബ അനുവദിക്കുന്നത്? ഒരു അമ്പേറ്റ് അവർക്ക് മംഗളം ഉണ്ടാവുകയാണെങ്കിലും ചിലപ്പോൾ ബാബയുടെ ഒരു ദൃഷ്ടിയായിരിക്കും അവർക്ക് കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബാബ അലവ് ചെയ്യുന്നതാണ്. ഛട്ട് പത് ലഗജാത്താ ഹെ കി ഈശ്വരീയ കുൽക്കാഹെ വ ആസുരീയ കുൽക്കാഹെ. പെട്ടെന്ന് ബാബ പറയുന്ന ഒരാളെ കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് ഈശ്വരീയ കുലത്തിലേതാണോ ആസുരീയ കുലത്തിലേതാണോ. പ്രീത് ലഗത്തിഹെ വ നഹി. പ്രീതി ഉണ്ടാകുമോ അതോ ഇല്ലാതിരിക്കുമോ? ആത്തെ യഹം ബഹുത് ഹെ ठीक हो जाते हैं और बाहर जाकर कुसंगमें अथवा माया के संगमें विकारी बन जाते. ധാരാളം പേര് ഇവിടെ വരും, ബാബ പറയുന്നത് ശരിയായി നടക്കുകയും ചെയ്യും. പക്ഷെ വെളിയില് കുസംഗമാണ്, മായാസംഗമാണ്. ആ മായാസംഗത്തിൽ പോയിട്ട് വീണ്ടും ബാബ പറയാണ് വികാരികളായി മാറും. ലിഖത്തേഹി ഹമനെ ഹാർക്ക. എന്നിട്ട് അവരെഴുതും ബാബ ഞാൻ അന്ന് വന്നിരുന്നു, ബാബയിൽ നിന്ന് കാര്യങ്ങൾ കേട്ടു, കുറച്ചാളായിട്ട് അതനുസരിച്ച് നടന്നു, പക്ഷെ ബാബ ഞാൻ തോറ്റുപോയി എന്ന് അവരെഴുതും. ലേക്കിൻ അഗർ ന ബദായത്തോ ആ വൃത്തി ഹോത്തി ജായി. പറയുന്നത് നല്ലതാണ്, പറഞ്ഞില്ലെങ്കിൽ തെറ്റ് വൃദ്ധി പ്രാപിക്കും. തുമാരി അബ് പ്രീത ബുദ്ധി ഹെ ബാബ കേസ. ഇപ്പൊ നമുക്ക് ബാബയുടെ കൂടെ പ്രീത ബുദ്ധിയാണ്. ഹാം തുമാരെ മേമ്പി നമ്പർ വാർ പുരുഷാർത്ഥനുസാർ പ്രീത ബുദ്ധി. എല്ലാവരും ഒരുപോലെ പ്രീത ബുദ്ധി ഒന്നുമില്ല. ബാബ പറഞ്ഞു നമ്മുടെ പുരുഷാർത്ഥത്തിനനുസരിച്ച് നമുക്ക് പ്രീത ബുദ്ധി ആയിട്ടുണ്ട്. ശിവബാബ ബച്ചോं को समझाते हैं कभी भी कोई विकर्म नहीं करना श्रीमत पर चलना. ശിവബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ് ഒരിക്കലും വികർമ്മങ്ങളൊന്നും ചെയ്യരുത്, ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കണം. ബാബാക്കെ ബനേഹെ തോ തുമാരി ചലൻ ബി ഐസി ഹോനി ചാഹി. നമ്മൾ ഈശ്വരന്റെ കുട്ടികളാണെങ്കിൽ ബാബ പറയണു നമ്മുടെ പെരുമാറ്റം ഈശ്വരനെ പോലെ ആകണം. അല്ലെ? ഈശ്വരന്റെ കുട്ടി എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കണം നമ്മുടെ പെരുമാറ്റം.
ബാബക്കോ പൂര മാലൂം ഹോനാ ചാഹിയെ. ബാബയ്ക്ക് നമ്മളെ പൂർണ്ണമായും അറിയണം, അതായത് നമ്മൾ ബാബയുടെ മുമ്പിൽ പ്രത്യക്ഷമാകണം. ബാബ മുക്തി ജീവൻ മുക്തി വിശ്വ की बादशाही देते हैं और बच्चों के पास क्या है वह बाबा को पता नहीं है. ബാബ കുട്ടികൾക്ക് മുക്തിയും ജീവൻ മുക്തിയും കൊടുക്കും. കുട്ടികളുടെ അടുത്ത് എന്തൊക്കെയുണ്ട് ബാബ എനിക്കറിയില്ല, അതൊക്കെ എൻ്റെ അടുത്ത് പറയണം അല്ലെ. ബാബയുടെ അടുത്ത് എന്തൊക്കെ സമ്പത്തുണ്ടെന്ന് ബാബ, എൻ്റെ അടുത്ത് എന്ത് സമ്പത്തുണ്ട് ബാബ, ഇന്ന സ്ഥലത്ത് ഒരു 10 സെന്റ് കിടക്കും. അപ്പൊ അത് എന്ത് ചെയ്യാൻ പോവാ, അത് മൂത്ത മോന് കൊടുക്കും. പിന്നെ വേറെ സ്ഥലത്ത് ഒരു 8 സെന്റ് കിടക്കും, അത് ആർക്ക് കൊടുക്കും, അത് രണ്ടാമത്തെ മോന് കിടക്കും. അപ്പൊ ഇപ്പൊ താമസിക്കുന്ന വീടോ അത് ബാബ മോക്ക് കൊടുക്കും. അത് ശരി, അപ്പൊ എനിക്ക് എന്ത് തരും, ബാബയുടെ കാര്യത്തിന് എന്ത് ചെയ്യും, ബാബയ്ക്ക് എന്തിനാ ബാബ, ശരി എന്നങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ബാബ ഡയറക്ഷൻ കൊടുക്കും, അത് ഇന്ന രീതിയിൽ ചെയ്യും എന്ന് ബാബ പറയും, അവരുടെ നന്മയ്ക്ക് വേണ്ടി. അതനുസരിക്കുകയാണെങ്കിൽ സുപുത്രൻ. ബാബ പറഞ്ഞു നിങ്ങൾക്ക് എവിടെയൊക്കെ സ്വത്തുണ്ടെന്ന് എനിക്കറിയില്ല, അതെന്റെ അടുത്ത് പറയണം. ബാബാക്കെ ഫസ്റ്റോ പൂരാ പോത്താമേ ലാനാ ചാഹിയെ. ഓരോ കുട്ടിയുടെയും പൂർണ്ണമായ സ്വത്ത് വിവരങ്ങള് ബാബയ്ക്ക് കൊടുക്കണം. ഇപ്പൊ ലൈല സിസ്റ്റർ എന്തെങ്കിലും സ്വത്തുണ്ടോ, ഉണ്ടോ, ബാബയ്ക്ക് കൊടുത്തിട്ടുണ്ടോ, വിവരം കൊടുത്തു. എന്തൊക്കെയാണ്, അമ്പലപ്പുഴ എൻ്റെ കൂടെ ഒരു ബായി ഉണ്ടായിരുന്നു, എനിക്കും അബദ്ധം പറ്റി. അവൻ പറഞ്ഞു ഞാന് 1 ഇഞ്ച് സ്ഥലം പോലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അത് പെങ്ങന്മാർക്ക് എഴുതി കൊടുത്തു. ഞാൻ ബേഗറായി, ഞാനൊന്നുമില്ലാത്തവരായി അല്ലെ. അപ്പൊ ബാബ പറയണു അങ്ങനെ ആയിട്ട് എന്താ കാര്യം, ഇല്ല, നമുക്ക് കിട്ടേണ്ടത് നമ്മൾ മേടിക്കണ്ടേ, നമുക്ക് കിട്ടേണ്ടത് നമ്മൾ വാങ്ങിച്ച് അത് നമ്മൾ ബാബയുടെ കാര്യത്തിന് യുക്തമായിട്ട് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് തന്നെ നഷ്ടം. മേരേക്കോ എനിക്ക് തന്നെ പറ്റി. ഞാനത് അന്നൊക്കെ വലിയ ചിന്തയിലായിരുന്നു, ദാനത്തെ കുറിച്ച് വലിയ ചിന്തയില്ലായിരുന്നു. അപ്പോ വീട്ടിൽ ഇത്തിരി സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട. അപ്പൊ അവർക്ക് വളരെ സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നി കുറച്ച് പേടിക്കേണ്ടതായി. കാര്യം നെടുമ്പാശ്ശേരി പണി നടക്കുന്നു, മദ്രാസ് പണി നടക്കുന്നു, മൗണ്ട് അബി പണി നടക്കുന്നു അല്ലെ. അപ്പൊ അവർക്കൊക്കെ ജോലി ചെയ്യുമായി, ഞാൻ ജോലി വിടുകയും ചെയ്യും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അന്നത്തെ അവരെ ചിരിച്ചിട്ട് പറഞ്ഞു അത് അന്നത്തെ കഴിഞ്ഞു പോയി. അവര് പറഞ്ഞു പാസ്റ്റ് ഈസ് പാസ്റ്റ്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. പിന്നെ നമ്മള് ബന്ധങ്ങൾ പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതങ്ങ് ബന്ധങ്ങളല്ലേ വരും, അതങ്ങ് വിട്ടുകളഞ്ഞു. അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ ചർച്ച ചെയ്തു. അപ്പൊ അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കണം അല്ലെ, മണ്ടത്തരങ്ങൾ, അതിനെ ബാബ പറയുന്നുണ്ട്, മണ്ടത്തരങ്ങൾ പറ്റരുത്, ബാലൻസ് ചെയ്ത് പോകണം. മേരേക്കോ ദേനേസെ തുമാരെ ജയ്സെ ബാബ പറഞ്ഞു എനിക്ക് നൽകാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. ജയ്സെ ഗാന്ധിജി ദേശിക്കെ കാമേ ലഗാത്തെ തെ ഇസ്ലിയെ ഉൻകാ നാം ബാല. ഗാന്ധിജിക്ക് ധാരാളം പൈസ കൊടുത്തിട്ടില്ല ആൾക്കാർ അല്ലെ. ബാബ പറഞ്ഞു അത് ഗാന്ധിജി ഉപയോഗിച്ചു ഇല്ല. ബാബ പറഞ്ഞു ഗാന്ധിജിക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ പേര് പ്രശസ്തമാകും, നമ്മുടെ ദേശവും നന്നാകും. ബരോബർ ഗാന്ധിനെ കോൺഗ്രസ് രാജ്യ സ്ഥാപൻ കിയ. ഗാന്ധിജി കോൺഗ്രസ് രാജ്യം സ്ഥാപിച്ചു. നഹീം തോ യഹം രാജാവും കാ രാജ്യത. അല്ലെങ്കിൽ ഇവിടെ രാജാക്കന്മാരുടെ രാജാവ് ഉണ്ടായിരുന്നു. अभी बाबा फिर से नई राजधानी रामराज्य स्थापन कर रहे हैं. यह बात सभी बच्चों की बुद्धि में बैठती नहीं. अगर बैठे तो खुशी का पारा भी चढ़े. ഇപ്പോൾ ബാബ എന്താണ് ചെയ്യുന്നത്, ബാബ പറയാണ് ഞാൻ രാമരാജ്യം സ്ഥാപിക്കുകയാണ്, ഞാൻ പുതിയ രാജ്യത്തെ സ്ഥാപിച്ചുകൊണ്ടാണ്. ഈ കാര്യങ്ങള് എല്ലാ കുട്ടികളുടെയും ബുദ്ധിയിൽ നന്നായിട്ട് ഇരിക്കുന്നില്ല. ബാബ പറയണു ഈശ്വരൻ വന്ന് പുതിയ രാജ്യം സ്ഥാപിക്കുകയാണ്, നമ്മൾ ആ ലോകത്തിലേക്ക് പോകുന്ന ബുദ്ധിയിൽ ഉറക്കുകയാണെങ്കിൽ ബാബ പറഞ്ഞു സന്തോഷം ഉണ്ടാകും. ബാബാക്ക് സാത്ത് യോഗ ലഗാത്തെ രഹി. അപ്പോ നമ്മുടെ അച്ഛൻ വന്നിരിക്കുന്നു, നമുക്ക് രാജ്യം നൽകുന്നു. അപ്പൊ ബാബ പറഞ്ഞു എന്റെ അടുത്ത് യോഗം നടക്കും. ബാബ കാത്തേഹെ പരംധാമേ രഹനെ വാലെ ബാബുക്കോ വഹാം യാദ് കരും ജഹാം ജാരാ. ബാബ പറയാണ് പരംധാമത്തിൽ ഇരിക്കുന്ന ബാബയെ അവിടെ ഓർമ്മിക്കണം. എന്തുകൊണ്ടെന്നാൽ നമുക്ക് അവിടേക്കാണ് പോകുന്നത്, എവിടേക്കാണോ പോകേണ്ടത് അതിനെ അവിടെ നമ്മൾ ഓർമ്മിക്കണം. അപ്പൊ ഡ്രാമ പൂരാ ഹോനാഹി. ഇപ്പോൾ നാടകം കഴിയുകയാണ്. ഡ്രാമക്കോ കൊയ് ജനത്തേഹി നഹി. ഈ ഡ്രാമ തീരാണെന്ന് ലോകത്ത് ആർക്കും തന്നെ അറിയാൻ പാടില്ല. ന കൊയ്ക്ക് മേരെ സാത്ത് പ്രീതി. ബാബ പറയണോ ആർക്കും എന്നോട് പ്രീതിയുമില്ല. കഹത്തേഹി ഹം പരമ്പരാസെ ഗംഗാസ്നാൻ കർത്തെ ആയേ. ആളുകൾ പറയാണ് ഞങ്ങൾ പരമ്പരയായിട്ട് ഗംഗയിൽ പോയി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാ സത്യമേമ്പി കർത്തേത്തെ. ബാബ അവരോട് ചോദിക്കുകയാണ് എന്താ സത്യത്തിൽ നിങ്ങൾ ഗംഗയിൽ പോയി കുളിക്കുമായിരുന്നു. പരമ്പരാക്കാബി അർത്ഥനഹിയും സംബന്ധിച്ചത്. പരമ്പരയുടെ അർത്ഥം പോലും ഈ പറയുന്നവർക്ക് അറിയില്ല. അതായത് ഭക്തിയിൽ ഒന്നുമില്ല, വെറുതെ അസത്യമായ കുറച്ച് അന്ധവിശ്വാസങ്ങൾ. അവരോട് നമ്മൾ പറയാണ് പരമാത്മാവിനെ പരധാമത്തെ ഓർമ്മിക്കണം. അവരോട് ഞങ്ങൾ ഗംഗയിൽ പോയി കുളിക്കുന്നുണ്ടല്ലോ, ജന്മജന്മങ്ങളായിട്ട് ഗംഗയിൽ പോയി കുളിക്കും. ബാബ കാത്തേഹെ അപ്പൊ തുമാരെ സുഖത്തെ ദിനാരഹ. ബാബ പറയാണ് നിങ്ങളുടെ സുഖത്തിന്റെ നാളുകൾ വരികയായി. തുമാരി ബുദ്ധിമേം ധീരജഹി. നമ്മുടെ ബുദ്ധിയിലെ നല്ല ധൈര്യവും ക്ഷമയൊക്കെ. കൊയ്ത്തോ കുച്ചുബി സമച്ചിത്തനഹി. ബാബ ചില കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവില്ല. യഹംസെ സമച്ചിക്കർ ജബ് ബാഹർ ജാത്തെ തോ മായ സാരാഹി കാജ.
ഇവിടെ വരുമ്പോൾ കുറച്ച് മനസ്സിലാക്കും. വെളിയിൽ പോകുമ്പോൾ മായാലോകമാണ്. ഈ മായ മൊത്തം വിഴുങ്ങാണ്. ജയ്സെ മക്കി മർത്തിത്വ ചിണ്ടിയാം സാര ഉൻകോ കപ്പക്കറിലെത്തി. ഏതുപോലെ ഒരു ഈച്ച ചാവാണെങ്കിൽ ഉറുമ്പുകൾ വന്നിട്ട് അത് മൊത്തം എടുത്ത് കഴിക്കും. യഹംബി മർത്തേഹിത്വ ചിണ്ടിയാം ലേക്കർ സാര ഹപ്തർ. അതേപോലെ ബാബ പറയാണ്, ഈ മായയാവുന്ന ഉറുമ്പ് വന്നിട്ട് ഈ ബാബയുടെ മരിച്ചുപോയ കുട്ടികളെ എടുത്തുകൊണ്ട് പോകാൻ. കരുതൽ മായ പിടിച്ചു കൊല്ലാൻ നമ്മൾ. മായാബി ബലവാൻ ഹെ കം നഹി ഹെ. ബാബ പറയാണ്, മായ വലിയ ബലവാനാണ്, നിസാരമൊന്നുമല്ല. ബെഡി ലഡായി ലഗം. വലിയ യുദ്ധമായിരിക്കും മായയോട്. യഹം രഹത്തെ ബി ക്ലാസ് മേ നഹി മാത്തെ തോ സമझा जाता है യഹ് സ്വർഗ്ഗ മാലിക് നഹി ബൻ സക്തേ. സെന്ററിൽ അല്ലെങ്കിൽ മധുബനിൽ ബാബയുടെ കൂടെയാണ്, പക്ഷെ മുരളിക്കൊന്നും വന്നിരിക്കാറില്ല. ബാബ പറയാണ്, സ്വർഗത്തിന്റെ അധികാരി ആകില്ല. കൃഷ്ണപുരിമേ ജാനസഖ്യൻ. കൃഷ്ണപുരിയിലേക്ക് കടക്കത്തില്ല. കുച്ചിബി വാല്യൂ നഹി. ഒരു വിലയില്ലാത്തവരാണ്. തും ജോ ഹീരെ ജൈസെ ബനത്തെ ഹോ ഉനം കി ഹി വാല്യൂ ഹെ. ബാബ പറഞ്ഞു, ഈ സംഗമയുഗത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ വൈരതുല്യമാക്കി മാറ്റണം. അവർക്കാണ് മൂല്യമുള്ളത്. തും ജാനത്തെ ഹോ ഹം ബർത്ത് പൗണ്ട് ബന്റെ ഹെ. നമുക്കറിയാം നമ്മൾ പൗണ്ടിന് വിലയുള്ളവരാണ്. ഒറ്റ കാര്യം മതി, ആത്മാഭിമാനിയായ. പരമാത്മാവിന് തുല്യമാണ് ഓരോ ആത്മാവും. അപ്പൊ ബാബ പറയണു, പരമാത്മാവിനെ ഓർമ്മിച്ച് 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 നമ്മുടെ ആത്മശുദ്ധീകരണം നടത്തിയാൽ മതി. വലിയ വിലയുള്ളവരാണ്. ഏക് ഘർമേം ഏക് ഹംസ് ഏക് ബഗുല ഹോത്താത്തോ കിട്ടിപ്പിട്ട് ജരൂർ ചെല്ലേ. വീട്ടിലെ ഒരാൾ ജ്ഞാനത്തിലുണ്ട്, വേറെ ആൾ ജ്ഞാനത്തിലില്ല. ഭർത്താവ് ജ്ഞാനത്തിലുണ്ട്, ഭാര്യയില്ല. അല്ലെങ്കിൽ ഭാര്യയുണ്ട്, ഭർത്താവില്ല. തീർച്ചയായിട്ടും ആ വീട്ടിൽ ഇതിൽ വരസലൊക്കെ ഉണ്ടാകും. യഹം തോ ബഗുലസെ കിനാര ഹോത്ത. ബാബ പറയാണ്, ഈ കൊക്കുകളിൽ നിന്നും അകന്നിരിക്കുകയാണ് നല്ലത്. മുത്ത് പലീത്തേക്ക് ഹാത്തിക്കാത്തും ഭാബി നഹീം സക്തേഹു. ഈ ദേഹബോധത്തിൽ കിടക്കുന്നവരടുത്ത് നിന്ന് ആഹാരം പോലും മേടിച്ച് കഴിക്കരുത്. പരന്തു ബച്ചോം കാ ബാബ് സെ ഇത്തനാ ലവ് തോ ഹായ് നഹീം ഇസ്ലിയെ സോചത്തെ ഹേ കി പേട്ട് കഹാംസെ പരേ. എന്നാൽ കുട്ടികൾക്ക് ബാബയുടെ അത്ര സ്നേഹം, അങ്ങനെ ജ്ഞാനത്തിൽ വരാത്തവരുടെ അടുത്ത് കഴിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ ചിന്തിക്കുകയാണ്, അപ്പോ നാളെ പട്ടിണി എടുക്കേണ്ട വന്നാൽ അല്ലേ. പിള്ളേരൊക്കെ ജ്ഞാനത്തിലില്ല. അപ്പൊ ബാബ പറയാണ്, ഈ ദേഹബോധത്തിൽ കിടക്കുന്നവരുടെ അടുത്ത് കഴിക്കരുതെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ചിന്ത വരും. അപ്പൊ ബാബ പറയണം, നിങ്ങൾക്ക് എന്നോട് അത്ര സ്നേഹമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അരേ ബീല് ലോക കഹാംസേക്കാൾ. ബാബയാണ് ഈ കാട്ടുജാതിക്കാർ എവിടുന്ന കഴിക്കുന്നത് അല്ലെ. അവരും ആഹാരം കഴിക്കുന്നുണ്ടല്ലോ. ആജിക്കൽ തോ കൊയ് കഫനി പഹൻ ലേത്തോ മുഫ്ത് മേ പൈസ മിൽത്തെ രഹേ. ഇക്കാലത്ത് ബാബ പറഞ്ഞ ഒരു കാഷാവേഷം ധരിച്ച് കിടന്നാൽ മതി, വെറുതെ പൈസ കിട്ടും. സബ് പാവ് പഠിത്തേ രഹത്തെ ജോ ആയേക മുക്തിക്ക് ആകെ പൈസ രഹത്താ ജാത്ത ബഹുത് ഈസി. ബാബ പറയാണ്, ഒരു കാഷായ വേഷം ധരിച്ച് നടന്നാൽ മതി, എല്ലാം കാൽക്കൽ വരും. ഈ വരുന്നവര് മൂർത്തിയുടെ മുമ്പിൽ പൈസയും വെക്കും, വളരെ എളുപ്പമാണ്. ഏക ദുനിയാഹി ഐസി. ഈ ലോകം അങ്ങനെയുള്ളതാണ്. അപ്പൊ ബാബ പറഞ്ഞു, കാട്ടുജാതിക്കാർ കഴിക്കുന്നുണ്ട്, സന്യാസികൾ ആഹാരം കഴിക്കുന്നുണ്ട്, എന്റെ കുട്ടികളത് ആഹാരം കഴിക്കും. ബാബ പറഞ്ഞ പോലെ ജീവിച്ചാൽ എന്താ? ബാബ പട്ടിണി കിടക്കും. ബാബ നമുക്ക് ഉറപ്പൊന്നും എടുക്കും, നമ്മൾ പട്ടിണി കിടക്കില്ല, ഉറപ്പുള്ള കാര്യം. ബച്ചോംകോ ഖ്യാൽ കർണാ ചാഹി. കുട്ടികൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. ഏത് ദുനിയ ജൽദി ഖലാസ് ഹോത്തോ സ്വർഗമേൻ ജായേ പരന്തു ലായ്ക്ക് ബി ബനേതാ. കുട്ടികൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇതൊന്ന് പെട്ടെന്ന് തീർന്നിട്ട് സ്വർഗത്തിൽ പോകാൻ. പക്ഷെ ബാബ പറഞ്ഞു, പോകാൻ യോഗ്യരായിട്ടില്ല. യോഗിയും യോഗ്യനായാലല്ലേ സത്യത്തിൽ പോകാൻ പറ്റുള്ളൂ. നമ്മൾ യോഗ്യരാകാതെ ബാബ പറഞ്ഞത് എങ്ങനെ ഞാൻ തീർത്തു തരും? പദവി പനഹന, പദവി നേടണ്ടേ. വഹംബി പൊസിഷൻ കാ ഫർക്ക് രഹത്താ. അവിടെയും ബാബ പറയണ വ്യത്യാസങ്ങളുണ്ടാവും. രാജാവും റാണിയും വേലക്കാരും ജോലിക്കാരും മണ്ടനും അടകോടനും ബാബ പറയണ എല്ലാം അവിടെ ഉണ്ടാവും. പഠാനെ ബാല ഏക്. എല്ലാവരെയും പഠിപ്പിക്കുന്നത് ഒരാളാണ്. കൊയ് രാജാറാണി, കൊയ് നൗക്കർ ജാക്കർ, കൊയ് സാഹുക്കർ. ഈ ബാബ പഠിപ്പിക്കുമ്പോൾ ചിലര് അതിൽ നിന്ന് രാജാവും റാണിയാകും, ചിലര് വേലക്കാരാകും, ചിലര് പണമുള്ള പ്രജകളായി മാറും. രാജധാനി സ്ഥാപന ഹോ രഹി ഹെ और धर्म स्थापक രാജായി നഹീം സ്ഥാപൻ കർത്തേ ഹെ ഇസ്ലിയെ ബാബ കാത്തേ ഹെ ഖബർദാർ. ഇവിടെ ബാബ ഒരു രാജധാനി സ്ഥാപിക്കാം. വേറെ ഒരു ധർമ്മപിതാക്കന്മാരും വന്നിട്ട് രാജധാനി സ്ഥാപിച്ചിട്ടില്ല. ഒരു രാജധാനി സ്ഥാപിക്കപ്പെടുന്നത് കൊണ്ട് അവിടെ ധാരാളം വ്യത്യാസങ്ങളുണ്ട്, പദവികൾ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് കുട്ടികളെ ജാഗ്രത പാലിക്കണം. വിനാശകാലെ പൂരി പ്രീത ബുദ്ധിശാലി. ഈ ലോകം നശിക്കാൻ പോകാം. ഈ സമയത്ത് ബാബയോട് നമുക്ക് പൂർണ്ണമായ സ്നേഹം, ഒരു ബാബയോട് പൂർണ്ണമായ സ്നേഹം. ജിത്തനി പ്രീതി ഹോഗി ഉത്തന ബാബസെ വർസലേക്ക്. എത്രമാത്രം ബാബയോട് സ്നേഹമുണ്ട് അത്രത്തോളം നമ്മുടെ ആത്മാവിൽ ബാബയുടെ സമ്പത്ത് ഉണ്ടാകും. അത്രത്തോളം ബാബ പറഞ്ഞു, രാജധാനിയിലും നമുക്ക് പദവി കിട്ടും. യാദ് കർണേക്കാബി സിഖായ ജാത്താഹി. എങ്ങനെ ഓർമ്മിക്കണമെന്നും ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാബ ബദലാത്തേ ഹി ബാബക്കോ അവർ ചക്രക്കോ യാദ്. ബാബ ഇതാണ് പറയുന്നത്, ബാബയെ ഓർമ്മിക്കൂ, ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചക്രത്തെയും ഓർമ്മിക്കൂ. സ്വദർശൻ ചക്ര ഫിരാവും. സ്വദർശന ചക്രം തിരിക്കും. ഹം ലൈറ്റ് ഹൗസ് ഗിവയ്യ ഹമാരി നയ്യ കോ പാർ ലേ ജാത്താഹി. നമ്മളിപ്പോൾ ലൈറ്റ് ഹൗസുകളാണ്. ആ തോണിക്കാരൻ വന്നിട്ട് നമ്മുടെ തോണി അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഏക് ആംഗമേ ശാന്തിധാം, ഏക് ആംഗമേ സുഖധാം. നമ്മുടെ ഒരു കണ്ണില്ലേ, അതായത് മനസ്സിന്റെ ഒരു ഭാഗത്ത് എന്തായിരിക്കണം? ശാന്തിധാം.
മനസ്സുകൊണ്ട് വേറെന്ത് കാണണം? വരാൻ പോകുന്ന പുതിയ ലോകം. അപ്പൊ രണ്ട് കണ്ണേ ഉള്ളൂ. അപ്പൊ ഒന്ന് ശാന്തിധാമത്തിലും ഒന്ന് സുഖധാമത്തിലും. ഇഹലോകത്തിന്റെ കണ്ണ് അടയ്ക്കും. ഇഹലോകം ബാബു പറഞ്ഞു ഓർമ്മിക്കും. അച്ഛ മീട്ടെ മീട്ടെ സിക്കിലിന്റെ ബച്ചോം പ്രതി മാതാപിതാ ബാപ് ദാദാ का याद प्यारा और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार, गुड मॉर्निंग और नमस्ते. धारणेക്കുള്ള പ്രധാന കാര്യങ്ങൾ. हर एक पाठधारी के पाठ को देखते हुए किसी से भी घृणा नहीं करना. ഓരോ പാർട്ടുധാരിയുടെയും ഓരോ ആത്മാവിന്റെയും പാർട്ട് കണ്ടുകൊണ്ടും അവരോട് വെറുപ്പ് വയ്ക്കണം. ആരോട് നമ്മൾ വെറുപ്പ് വയ്ക്കണം? കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ ആത്മാവിൽ എഴുതിയിരിക്കുന്ന വിധിച്ച പാട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ബാബു ആരോടും വെറുപ്പ് വയ്ക്കണം. മനസ്സാ ബാജ കർമ്മണ കിസിക്കോ ബി ദുഃഖ നഹി. മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും കർമ്മം കൊണ്ടും ബാബു പറയണു ആരെയും വേദനിപ്പിക്കരുത്. വേദന കൊടുത്താൽ വേദനിച്ച് മരിക്കും. ബാബുക്കോ അപ്പന പൂരാ പോത്താമിൽ ധന. തന്റെ സ്വത്ത് വിവരങ്ങൾ അല്ലെങ്കിൽ തന്റെ സമ്പത്ത് എന്താണ്, ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ബാബയ്ക്ക് കൊടുക്കണം. വിനാശകാലേ പൂരാ പ്രീതബുദ്ധി വരണം. ഇത് വിനാശ സമയമാണ്. ഈ വിനാശ സമയത്ത് ബാബയെ പൂർണ്ണമായും സ്നേഹിക്കണം. അല്ലെ ബാബ ഇന്നലെ എന്താ പറഞ്ഞത്? ഒരേ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കണം. ഒരു ദേഹധാരിയുടെയും ഓർമ്മ വരാൻ പാടില്ല. ശ്രീമത്ത് പർ അപ്പനി ചലൻ ശ്രേഷ്ഠ ബനാൻ. ബാബയുടെ ശ്രീമത്തിലൂടെ നടന്ന് നമ്മുടെ പെരുമാറ്റം നമ്മൾ വളരെ ശ്രേഷ്ഠമാക്കി മാറ്റണം. കുസംഗസെ സമ്പാൽ കരണേ. തെറ്റായ കൂട്ടുകെട്ടുകളുണ്ടല്ലോ, അതിൽ നിന്നും അവരവരെ രക്ഷിച്ചോളും. കുസംഗത്തിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ അവരുടെ വൈബ്രേഷനിൽ പെട്ടു നമ്മളും തെറ്റ് ചെയ്തു പോകും. ബാബറിനും സൂക്ഷിച്ചോളും. ഇന്നത്തെ വരദാനം. सूक्ष्म पापों से मुक्त बन संपूर्ण स्थिति को प्राप्त करने वाले सिद्धि स्वरूप भव. സൂക്ഷ്മ പാപങ്ങളിൽ നിന്നും മുക്തരായി സമ്പൂർണ്ണ സ്ഥിതി പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപരായി ഭവിക്കും. സൂക്ഷ്മ പാപങ്ങളിൽ നിന്നും മുക്തരായി സമ്പൂർണ്ണ സ്ഥിതി പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപരായി ഭവിക്കൂ. വിശദീകരണം. कई बच्चे वर्तमान समय कर्मों की गति के ज्ञान में बहुत ईसी हो गए हैं, इसलिए छोटे छोटे पाप होते रहे. വർത്തമാന സമയത്ത് പല കുട്ടികളും കർമ്മത്തിന്റെ ആ ഗതി അറിയുന്നതിലെ വളരെ നിസ്സാരമായിട്ട്, അതൊക്കെ സഹജമായിട്ട് എടുത്തിരിക്കുക. അതുകൊണ്ട് ചെറിയ ചെറിയ പാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഓ ഇതൊക്കെ ആര് നോക്കാൻ, ഇപ്പൊ ഇതൊക്കെ നടക്കും ഈ കാലഘട്ടത്തിൽ. അല്ല, അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കർമ്മത്തിന്റെ കാര്യത്തില് ബാബു പറഞ്ഞു അതൊക്കെ വളരെ ലളിതമായിട്ട് എടുത്തിരിക്കുകയാണ്. കർമ്മ ഫിലോസഫി സിദ്ധാന്ത. കർമ്മ ഫിലോസഫി അല്ലെങ്കിൽ കർമ്മ സിദ്ധാന്തം ഇതാണ്. यदि आप किसी की ग्लानि करते हो, किसी की गलती को फैलाते हो या किसी के साथ हाँ में हाँ भी मिलाते हो, तो यह भी पाप के भागी बनते. ബാബ ഒരു കർമ്മ ഫിലോസഫി പറയാണ്. അതായത് നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത, ഡോണ്ട് കെയർ ചെയ്യുന്ന ഒരു കർമ്മ ഫിലോസഫി ബാബ പറയാണ്. അഥവാ നമ്മൾ ആരെങ്കിലും നിന്ദിക്കുകയാണ്, നമ്മൾ ഒരാളുടെ കുറ്റം പറയുകയാണെങ്കിൽ, നിന്ദിക്കുകയാണെങ്കിൽ, ആരുടെയെങ്കിലും മോശമായ കാര്യത്തെ പരത്തുകയാണെങ്കിൽ, ആരെങ്കിലും ഒരാളുടെ മോശകാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് കൂട്ടുചേർന്ന് ആ ശരിയാണ് ശരിയാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളും പാപത്തിന് ഭാഗഭാക്കാകാണ്. നമ്മൾ ഒരാളുടെ കുറ്റം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാളുടെ മോശമായ കാര്യം പറഞ്ഞ് പരത്തുകയാണെങ്കിൽ, ഒരാളുടെ മോശമായ കാര്യം ഒരാൾ പറയുമ്പോൾ നമ്മൾ അവരുടെ കൂട്ടുചേർന്നിട്ട് ആ എന്ന് പറഞ്ഞ് അവർക്കൊരു പ്രോത്സാഹനമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബാബ പറയണു അതും പാപകർമ്മമാണ്. आज आप किसी की ग्लानि करते हो तो कल वह आपकी दुगनी ग्लानि करेगा. ഇന്ന് നമ്മൾ ഒരാളുടെ കുറ്റം പറയുകയാണെങ്കിൽ നാളെ അവര് നമ്മുടെ 100 മടങ്ങ് കുറ്റം പറയും. അപ്പൊ അവര് പറയുന്നതിന് കാരണം എന്താ? നമ്മൾ പറഞ്ഞത്. അപ്പൊ ബാബ പറയണു ആ പാപം കൂടി നമ്മൾ തന്നെ. നമ്മൾ ഇന്ന് ഒരാളുടെ പറയുകയാണെങ്കിൽ ബാബ പറയും. പക്ഷെ കർമ്മ ഫിലോസഫി അനുസരിച്ച് അവര് 100 നമ്മുടെ തെറ്റ് പറയും. यह छोटे छोटे पाप संपूर्ण स्थिति को प्राप्त करने में विघ्न रूप बनते. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാപകർമ്മങ്ങൾ സമ്പൂർണ്ണ സ്ഥിതിയിൽ എത്തുന്നതിൽ വിഘ്നമായി മാറും. इसलिए कर्मों की गति को जानकर पापों से मुक्त बन സിദ്ധി സ്വരൂപ ബനം. അതുകൊണ്ട് കർമ്മത്തിന്റെ ഗതി അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഗഹനാഗതി മനസ്സിലാക്കി
പാപങ്ങളിൽ നിന്നും മുക്തരായി സിദ്ധി സ്വരൂപരായി മാറും. അതായത് നമുക്കൊരു പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ബാബ പറയണം, നേരത്തെ 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരാൾക്കും മനസ്സാ വാച കർമ്മ ദുഃഖം കൊടുക്കരുത്, ഒരാളെയും വെറുപ്പ് വയ്ക്കരുത്. അതിന് കാരണം വിശാലമായ ബുദ്ധിയാണ്. വിശാലമായ ബുദ്ധി അനുസരിച്ച് നോക്കുമ്പോൾ ഈ സൃഷ്ടി ഒരേ ഒരു ഈശ്വരന്റെ. ഒരു മരത്തിൽ 2 കൊമ്പുകളുണ്ട്. 2 കൊമ്പുകൾ തമ്മിൽ അടിച്ചു, അതിലൊരു കൊമ്പ് ഒടിഞ്ഞു പോയി, മറ്റേ കൊമ്പ് ചിരിക്കുക, അല്ലെങ്കിൽ ഒരു കൊമ്പിന്റെ കുറ്റം പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുക. ബാബ അവിടെ മാറി നിന്ന് നോക്കുമ്പോൾ മരത്തിനാണ് ക്ഷീണം സംഭവിച്ചത്, മരത്തിന് കേടുപറ്റി. അപ്പൊ ബാബ പറയണു, മരത്തെ നമ്മൾ ചീത്തയാക്കി. അപ്പോൾ ഈ സൃഷ്ടി മനുഷ്യ സൃഷ്ടി വൃക്ഷമാണ്. ഇതിൽ ഓരോ ആത്മാക്കളും ഇലകളാണ്, ഓരോ ധർമ്മങ്ങളും കൊമ്പുകളാണ്. ഇത് പ്രപഞ്ചത്തിന്റെ അനാദിയായ തീരുമാനം. ബാബ പറഞ്ഞു അവരവരുടെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ബാബ പറയാണ്, നമ്മൾ ഒരാളെ നിന്ദിക്കരുത്, കുറ്റം പറയരുത്, അത് പരത്തരുത്. അത് അവരുടെ പാർട്ട് അങ്ങനെയാണ്. അവരുടെ പരിവർത്തനത്തിന് വേണ്ടി വളരെ ശുഭഭാവനയോടുകൂടി അവരോട് സൂചിപ്പിക്കാം. വേറൊരാളോട് സൂചിപ്പിക്കണമെങ്കിൽ അവരിത് അറിയുകയാണെങ്കിൽ മറ്റവരിൽ പരിവർത്തനം വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ബാബ പറയാണ് വായു പൊട്ടും. അങ്ങനെ നമ്മൾ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പറഞ്ഞ് പരത്തുമ്പോൾ സൂക്ഷ്മ പാപമായിട്ട് നമുക്ക് തടസ്സമില്ല. ഇന്നത്തെ സ്ലോഗൻ, ആദി പിതാ के समान बनने के लिए शक्ति शांति और सर्व गुणों के स्तंभ बनो. ആദി പിതാവിന് സമാനമാകണമെങ്കിൽ, ആദി പിതാവ് ബ്രഹ്മബാബയാണ്, ബ്രഹ്മാവിന് സമാനമാകണമെങ്കിൽ ശക്തിയിലും ശാന്തിയിലും മറ്റു ഗുണങ്ങളിലും നമ്മൾ സ്തംഭമായി മാറും. സ്തംഭം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇളകാതെ നിൽക്കും. അല്ലിപ്പോ കടപ്പുറത്ത് സ്തംഭമില്ലേ, കടപ്പുറത്ത്, അപ്പൊ അത് കടകളൊക്കെ അത് ഇളകാണ്ട് അവിടെ ലൈറ്റ് ഹൗസ്. അതേപോലെ നമ്മൾ സ്തംഭമായിട്ട് മാറണം. ഇന്ന് മമ്മയുടെ 1-2 പോയിന്റ് ഉണ്ട്. മാതേശ്വരിയുടെ അമൂല്യമായ മഹാവാക്യം, നിരാകാരി ദുനിയ അർത്ഥാത് ആത്മാവും കെ രഹനെ കാ സ്ഥാൻ. ആദ്യകാലത്ത് അമ്മ എന്ന് പറയുമ്പോൾ യജ്ഞത്തിന്റെ മാതാവാണ്. ഇപ്പൊ ബ്രഹ്മബാബ ശിവബാബ പഠിപ്പിക്കുന്ന കാര്യങ്ങള് പലർക്കും മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ മമ്മയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു. മമ്മ അത് വിശദീകരിക്കുമായിരുന്നു. അപ്പൊ അതിലൊരു പോയിന്റ് ആണ്, ജബ് ഹം നിരാകാരി ദുനിയ कहते हैं तो निराकार का अर्थ यह नहीं कि उनका कोई आकार नहीं परंतु कोई दुनिया जरूर. നമ്മൾ നിരാകാര ലോകം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു രൂപമില്ലാത്തൊരു ലോകമാണെന്ന് ധരിച്ചേക്കെ. ഒരു ലോകം തീർച്ചയായിട്ടും ഉണ്ട്. ഉനക്ക് സ്ഥൂല സൃഷ്ടി മാഫിക്ക് ആകാരം. ഇഹലോകത്തിലെ പോലെ നാമരൂപങ്ങളില്ല എന്ന് മാത്രം. ഇവിടെ പ്രകൃതി എന്താണ്, ഒരു കാറ്റടിക്കുമ്പോൾ പല പല രൂപങ്ങൾ വരുന്നത് പോലെ, അല്ലെ അവിടുത്തെ ഇലകളെ കൂടി രൂപമാകുന്നത് പോലെ ഈ പ്രപഞ്ച കാറ്റിൽ അല്ലെങ്കിൽ എനർജിയുടെ കാറ്റിൽ പല പല നാമരൂപങ്ങൾ പ്രകൃതി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നാമരൂപങ്ങൾ അവിടെ ഇല്ലാന്നുള്ളൂ, പക്ഷെ ആ ലോകമുണ്ട്. ഹം ആത്മാ അവർ പരമാത്മാക്കാ ധാം നിരാകാരി ദുനിയ. നമ്മൾ ആത്മാക്കളുടെയും പരമാത്മാവിന്റെയും വീട് ആ നിരാകാര ലോകമാണ്. तो जब हम दुनिया अक्षर कहते तो इससे सिद्ध है दुनिया है और कहा वह हम कोई रहता है तभी तो दुनिया नाम पड़ा है. നമ്മൾ അതിനൊരു ലോകം എന്ന് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ലോകമാണല്ലോ. അപ്പൊ അവിടെ ആരെങ്കിലും വസിക്കുന്നുണ്ടാവണമല്ലോ, അതുകൊണ്ടാണല്ലോ ലോകം എന്ന് വിളിക്കുന്നത്. अब दुनियावी लोग तो समझते हैं परमात्मा का रूप भी अखंड ज्योति तत्व है, लेकिन वह तो परमात्मा के रहने का ठिकाना है जिनको रिटेड होम कहते. ആളുകൾ പറയാണ് ആ അഖണ്ഡമായ ജ്യോതി, അഖണ്ഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അനന്തമാണ്. ആ അനന്തമായ ദിവ്യമായ പ്രകാശമാണ് ദൈവം. പക്ഷെ ബാബ പറയാണ് അത് ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ്, അല്ലെ? ഈശ്വരൻ അവിടെ ഇരിക്കുകയാണ്, അതിരിക്കുന്ന സ്ഥലമാണ്, അതിന്റെ റിട്ടേർഡ് ഹോമാണ്. तो हम परमात्मा के घर को परमात्मा नहीं कह सकते. അല്ലെ, വേദാന്തികൾ എന്ത് പറയുന്നു? ബ്രഹ്മ തത്വമാണ് ദൈവം. നമ്മള് ബാബ എന്ത് പഠിപ്പിക്കുന്നു? ബ്രഹ്മം എന്റെ വീടാണ്, അല്ലെ? ഞാൻ ഇരിക്കുന്ന സ്ഥലമാണത്, അത് ഞാനല്ല. अब दूसरी है आकारी दुनिया, जहाँ ब्रह्मा विष्णु शंकर देवताएं आकारी रूप में रहते और यह है साकारी दुनिया जिनके 2 भाग. പിന്നെ അതിന് താഴെ വരുമ്പോ എന്താണ്? സൂക്ഷ്മ ലോകങ്ങള്. അവിടെ ശങ്കരപുരി, വിഷ്ണുപുരി, ബ്രഹ്മപുരി, അല്ലെങ്കിൽ ബ്രഹ്മപുരി, വിഷ്ണുപുരി, ശങ്കരപുരി, 3 സൂക്ഷ്മ ദേവതകളുണ്ട്. ഇത് സാകാരി ലോകം, നാമരൂപാത്മകമായ ലോകം, പഞ്ചഭൂതാത്മകമായ ലോകം, നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ലോകം, ശബ്ദത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ലോകം. ഇതിന് 2 ഭാഗമുണ്ട്. ഏക ഹേ നിർവികാരി സ്വർഗ കി ദുനിയ, ജഹം ആധാ കൽപസദ പവിത്രത ശുദ്ധ അവർ ശാന്തി. അതിൽ ഒരു ഭാഗം എന്താണ്? നിർവികാരി, സ്വർഗത്തിന്റെ കാലമാണ്. ആ സ്വർഗത്തിന്റെ കാലത്തിൽ അല്ലെങ്കിൽ ആ സ്വർഗലോകത്തിലെ പകുതി ഭാഗത്ത് പവിത്രതയും സുഖവും ശാന്തിയും എല്ലാം ഉണ്ടായിരിക്കും. ദൂസരി ഹേ വികാരി കലിയുഗി ദുഃഖ അവർ അശാന്തി.
ഈ ലോകത്തിലെ രണ്ടാമത്തെ ഭാഗം എന്താണ്? വികാരം നിറഞ്ഞിരിക്കുന്ന ദുഃഖത്തിന്റെയും അശാന്തിയുടെയും ലോകം. അപ്പൊ യഹ് ദോ ദുനിയായും ക്യോം കാത്തേ ഹെ. അപ്പോൾ ഇതിനെ രണ്ട് ലോകം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? क्योंकि यह जो मनुष्य कहते हैं स्वर्ग और नरक दोनों परमात्मा की रची हुई दुनिया है, इस पर परमात्मा के महावाक्य है, बच्चे मैंने कोई दुख की दुनिया नहीं रची, जो मैंने दुनिया रची है वो सुख की रची. അപ്പൊ ഇതിനെന്തിനാ രണ്ട് ഭാഗമായിട്ട് അല്ലെങ്കിൽ രണ്ട് ലോകമായിട്ട് പറയുന്നത്? ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്, സ്വർഗം രചിച്ചതും ശിവബാബയാണ്, നരകം രചിച്ചതും പരമാത്മാവാണ്. പക്ഷെ ബാബ പറയാണ്, ഞാൻ എന്റെ കുട്ടികൾക്ക് വേണ്ടി ദുഃഖത്തിന്റെ ലോകം രചിച്ചിട്ടില്ല. ഇതിനെ രാവണ രാജ്യമാക്കിയത് ഞാനല്ല, രാവണ രാജ്യത്തെ രാമരാജ്യമാക്കി രചിച്ചത് ഞാനാണ്. अब यह जो दुख और अशांति की दुनिया है वह मनुष्य आत्माएं अपने आप को और मुझ परमात्मा को भूलने के कारण यह हिसाब किताब भोग रहे. പിന്നെ ഈ ദുഃഖത്തിന്റെയും അശാന്തിയുടെയും ലോകം മനുഷ്യാത്മാക്കള് അവരവരെയും എന്നെയും മറന്നത് കാരണമാണ് ഈ കർമ്മത്തിന്റെ കണക്കുകൾ അനുഭവിക്കുന്നത്. ആത്മതത്വം മറന്നതുകൊണ്ടും പരമാത്മതത്വം മറന്നും ആളുകൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. അത് ഞാൻ സൃഷ്ടിച്ചതല്ല, അത് പ്രപഞ്ചത്തിലുള്ള ഒരു കാര്യമാണ്. ബാക്കി ऐसे नहीं जिस समय सुख और पुण्य की दुनिया है वह हम कोई सृष्टि नहीं चलती. പുണ്യത്തിന്റെയും ആ സുഖത്തിന്റെയും ലോകത്ത് സൃഷ്ടിയേ നടക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. हाँ अवश्य जब हम कहते हैं कि वह हम देवताओं का निवास स्थान था तो जरूर वह हम प्रवृत्ति चलती थी परंतु विकारी पैदाश नहीं थी. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ പറയും, ആ ലോകം ദേവതകളുടെ ലോകമാണ്, മനുഷ്യലോകം തന്നെയാണ് സ്വർഗം. പക്ഷെ മനുഷ്യര് ദേവതകളാണ്. ആ ദേവതകള് അവരുടെ പ്രവൃത്തി മാർഗമാണ് നടത്തുന്നത്. പക്ഷെ അവിടെ കുട്ടികൾ ജനിക്കുന്നത് വികാരത്തിൽ കൂടെയൊന്നുമില്ല. ജിസ് കാരണം കൊയ് കർമ്മബന്ധൻ നഹീത്ത. 5 വികാരങ്ങൾ ഇല്ലാത്തത് കാരണം കർമ്മബന്ധനങ്ങൾ ആർക്കും ഇല്ല. ഉസ് ദുനിയാക്കോ കർമ്മബന്ധന രഹിത സ്വർഗക്ക് ദുനിയാക്കാണ്. ആ ലോകത്തെയാണ് പറയുന്നത് കർമ്മബന്ധന രഹിത സ്വർഗ ലോകം. അകർമ്മമാണ്. ഇന്നലെ ബാബ പറഞ്ഞില്ല, അവിടെ അകർമ്മം. രാവണനില്ല, കാമക്രോധ ലോകമോഹ അഹങ്കാരാദികളില്ലാതെ ആത്മാവ് ആത്മഭാവത്തിൽ ഈശ്വരനെ പോലെ വളരെ സന്തോഷത്തോടും സുഖത്തോടും കർമ്മ കണക്കുകളില്ലാത്ത ജീവിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. അത് ഭൂമിയിൽ തന്നെയാണ്. तो एक है निराकारी दुनिया, दूसरी है आकारी दुनिया, तीसरी है साकारी. അപ്പോൾ ഒന്നെന്താണ് നിരാകാര ലോകം, രണ്ടെന്താണ് സാകാര ലോകം. അതിന് രണ്ട് ഭാഗമുണ്ട്, നിർവികാരി ലോകം, വികാരി ലോകം. അല്ലെങ്കിൽ സ്വർഗരാജ്യം, നരകം. അല്ലെങ്കിൽ ഈശ്വരീയ രാജ്യം, ആസുരീയ രാജ്യം. അല്ലെങ്കിൽ ജ്ഞാനകാലം, ഭക്തികാലം. അല്ലെങ്കിൽ പകല്, രാത്രി. ബാബ പറഞ്ഞു ഇങ്ങനെ ഇത് തിരികെയാണ്. ദേവകാലം, വേദകാലം. ദേവതകൾ ജീവിക്കുന്നു, മനുഷ്യർ ജീവിക്കുന്നു. പൂജർ ജീവിക്കുന്നു, പൂജാരികൾ ജീവിക്കുന്നു. പൗരം ഈ രണ്ട് ഭാഗം. ആ രണ്ട് ഭാഗത്തിൽ ദുഃഖത്തിന്റെ ലോകം രചിച്ചത് പൗരം ഞാൻ. അത് അനാദിയായ സൃഷ്ടിയാണ്. ദുഃഖത്തിന്റെ അവസാനം സ്വർഗത്തിന്റെ ലോകം രചിക്കുന്നത് ഞാനാണ്. ഒരു പോയിന്റ് കൂടി പറയാണ്, ഭഗവാൻ കെ ആനേക്ക അനാദി രചാ ഹുവ പ്രോഗ്രാം. ഈശ്വരൻ ഭൂമിയിലേക്ക് വരാൻ അനാദിയായ ഒരു പ്രോഗ്രാം സൃഷ്ടിയിലോ ഈശ്വരൻ വന്നേ മതിയോ. അത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്. एक जो मनुष्य गीत गाते हैं वो गीता के भगवान अपना वचन निभाने आ जाओ. മനുഷ്യര് പാട്ട് പാടാറുണ്ട്, ഹേ ഗീതയുടെ ഭഗവാനെ അങ്ങ് വാക്ക് പാലിക്കാനായിട്ട് വരൂ. അതായത് ഗീതയിൽ മാത്രമാണ് ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുമ്പോൾ ഞാൻ വരും, പണ്ട് വന്നിട്ടുണ്ട്, ഇപ്പൊ വന്നിരിക്കുകയാണ്, ഇനിയും വരുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഭക്തര് പാടാറുണ്ട്, ഗീതാ ജ്ഞാനദാതാവ് വരൂ. अब वो स्वयं गीता का भगवान अपना कल्प पहले वाला वचन पालन करने के लिए आए हैं. സ്വയം ഗീതയുടെ ഭഗവാൻ തന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി കൽപ്പത്തിന് മുമ്പിലത്തെ പോലെ ഇവിടെ വന്നിട്ടുണ്ട്. और कहते हे बच्चे जब भारत पर अति धर्म ग्लानि होती है तब मैं इसी समय अपना वायदा निभाने के लिए अवश्य आता. എന്നിട്ട് ബാബ പറയാണ്, കുട്ടികളെ ഞാൻ എന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ഈ ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിച്ചിരിക്കുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും ഞാൻ വരും. അപ്പൊ ബാബ വന്നിട്ടുണ്ട്. അതാണ് പറയുന്നത്, പൂർണ്ണമായ നിശ്ചയം ബാബയിൽ ഉണ്ടാകും. ഈശ്വരൻ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ഈശ്വരൻ വന്ന രണ്ട് കാര്യങ്ങൾ നടക്കും, വിനാശവും നടക്കും, സ്ഥാപനയും നടക്കും, പാലന അവിടെ നടക്കും. അപ്പൊ ഇത് നമുക്ക് നല്ല നിശ്ചയമാണ്. എന്നിട്ടാണ് ബാബ പറഞ്ഞത്, പരമിത പരമാത്മാവിന്റെ സന്ദേശം നമ്മൾ എല്ലാവർക്കും കൊടുക്കുക. ഇത് പഴയ ലോകം നശിക്കാൻ പോകാണ്, പുതിയ ലോകം വരാൻ പോകാണ്. അപ്പൊ ബാബ പറയാണ്, ഞാൻ എന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി വരും. അപ്പൊ മേരെ ആനേക്ക യഹ് മത്ലബ് നഹീങ്കി മേം കൊയ് യുഗേ യുഗേ ആത്താ. പക്ഷെ ഗീതയില് ചില തെറ്റുകളുണ്ട്. അതിലൊന്നെന്താണ്, യുഗേ യുഗേ വരും എന്നാണ് എഴുതിച്ചത്. ബാബ ഞാൻ യുഗേ യുഗേ വരില്ല. सभी युगों में तो कोई धर्मग्लानि नहीं होती, धर्मग्लानि होती ही है कलयुग में. तो मानव परमात्मा कलयुग के समय आता. എന്തുകൊണ്ടാണ് ബാബ വേറെ യുഗത്തിൽ വരാത്തത്? ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുന്നത് കലിയുഗത്തിലാണ്.
കലിയുഗത്തിന്റെ അവസാനമാണ് ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുന്നത്. ബാബ പറയാണ് അപ്പോൾ പരമാത്മാവ് വരേണ്ട സമയം കലിയുഗം. और कलियुग फिर कल्प कल्प आता है तो जरूर कल्प कल्प आता है. ഈ കലിയുഗം എല്ലാ കൽപ്പത്തിലും, അതുകൊണ്ട് ബാബ പറഞ്ഞു ഞാനും എല്ലാ കൽപ്പത്തിലും വരും. ബുദ്ധന്റെ സമയത്ത് വരും, ക്രിസ്തുവിന്റെ സമയത്ത് വരും, പരമാത്മാവിന്റെ സമയത്ത് ചക്രം തിരിയുമ്പോൾ വരും. കൽപ്പമേം ഫിർ 4 യുഗ് ഹേ ഉൻകോ ഹി കൽപ്പ കാത്തെ ഹി. ഒരു ചക്രത്തിൽ അല്ലെങ്കിൽ ഒരു കൽപ്പത്തില് 4 യുഗങ്ങളുണ്ട്. ഈ 4 യുഗങ്ങൾ ചേർത്തിട്ടാണ് പറയുന്നത് കൽപ്പം. എന്ത് പറയും? കൽപ്പം അല്ലെ, കൽപ്പവൃക്ഷം. आधा कल्प सतयुग त्रेता में सदोगुण सदो प्रधान है. वह परमात्मा के आने की कोई जरूरत नहीं. അരകൽപ്പം സദോഗുണമാണ്. ആർക്കും ദുഃഖമില്ല. ഈശ്വരൻ ചോദിക്കണം അവിടെ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാൻ, എന്ത് പഠിപ്പിക്കാൻ? ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നൽകുന്നത്. അവിടെ ദുഃഖമില്ല അരകൽപ്പം. और द्वापर युग से तो फिर दूसरे धर्म की शुरुआत उस समय भी आदि धर्मग्लाനി नहीं. മറ്റ് ദ്വാപരം മുതൽ എന്താണ്? ബാബറിന് അതിഗ്ലാനി സംഭവിച്ചിട്ടില്ല. ബുദ്ധൻ വന്നു, ക്രൈസ്റ്റ് വന്നു, മുഹമ്മദ്, ശങ്കരാചാര്യര്. ബാബ പറഞ്ഞു അവര് വരേണ്ട സമയം അവര് ധർമ്മത്തെ പിടിച്ചെടുത്തു. തീനും യുഗമേന്തോ ആത്താഹിൻ. അതുകൊണ്ട് ഈ 3 യുഗത്തിൽ ഞാൻ ബാക്കി രഹ കലിയുഗ് ഉസ്കെ അന്തമേം അതിധർമ്മഗ്ലാനി ഹോ. ബാക്കി കലിയുഗമാണ്, അതിന്റെയും അവസാനമാണ് ധർമ്മത്തിന് അതിഗ്ലാനി. ഒരു 50 വർഷത്തിനിടയിൽ എന്തെല്ലാം ഗ്ലാനി സംഭവിച്ചു, അത്രയും അതിഗ്ലാനി സംഭവിച്ചു. अभी समय उसी समय परमात्मा आए अधर्म विनाशिकर सत्य धर्म की स्थापना कर. ആ സമയത്ത് പരമാത്മാവ് വന്ന് അധർമ്മം നശിപ്പിച്ച് ധർമ്മം സ്ഥാപിക്കും. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ. ബാക്കി പറഞ്ഞേ, ധർമ്മ സംസ്ഥാപനാർത്ഥായ തെറ്റിച്ചില്ലേ? സംഭവാമി സംഗമയുഗേ യുഗേ. യുഗേ യുഗേ ഞാൻ വരില്ല എന്ന് ബാബു പറഞ്ഞില്ല. സംഭവാമി സംഗമ യുഗേ യുഗേ. സത്യത്തില് ദുഃഖമില്ല, ത്രേതായത്തിൽ ദുഃഖമില്ല. ദ്വാപരമല് ദുഃഖം തുടങ്ങി, പക്ഷെ നക്ഷത്രങ്ങൾ ഉദിച്ചു, അവരെ ദുഃഖ നിവൃത്തിക്ക് വേണ്ടി ശ്രമിച്ചു. കലിയുഗത്തിന്റെ അവസാനം എല്ലാവരും ശ്രമിച്ചിട്ടും ദുഃഖങ്ങൾ ലോകത്ത് കൂടി. ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുമ്പോൾ ഞാൻ വരും, ധർമ്മം സ്ഥാപിക്കും, അധർമ്മം നശിപ്പിക്കും. അഗർ ദ്വാപരമേം ആയ ഹുവാ ഹോത്താ തോ ഫിർ ദ്വാപർ കെ ബാദ് സത്യയുഗ് ഹോനാ ചാഹിയെ ഫിർ കലിയുഗ്. അഥവാ സത്യയുഗം സ്ഥാപിക്കാൻ ഞാൻ ദ്വാപരത്തിലാണ് വന്നെങ്കിൽ ദ്വാപരയുഗത്തിന് ശേഷം സത്യയുഗമല്ലേ വരേണ്ടത്. ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ദ്വാപരത്തിന്റെ അവസാനം വന്നാണ് പുരാണത്തിൽ എഴുതി. അപ്പൊ ബാബ പറഞ്ഞു ദ്വാപരത്തിന്റെ അവസാനം ഞാൻ വന്നു, സത്യമായ ദൈവം വന്നു, ധർമ്മസ്ഥാപനം നടത്തി, പോയിപ്പോ വന്നപ്പോ എന്താ കലിയുഗം വന്നു. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പൊ ഭാവിക്കണം, പിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ധർമ്മം സ്ഥാപിക്കാൻ വന്നിട്ട് കലിയുഗമാണോ വന്നത്? ഐസ്യത്വനഹ്യം കഹിയെങ്കിൽ പരമാത്മാനെ ഘോർ കലിയുഗത്തിൽ സ്ഥാപനാക്കി. ആ പരമാത്മാവ് കലിയുഗം സ്ഥാപിക്കാനാണ് വന്നത്. അപ്പൊ പറഞ്ഞു ധർമ്മം സ്ഥാപിക്കാൻ കലിയുഗം സ്ഥാപിക്കാൻ. अब यह तो बात नहीं हो सकती, इसलिए परमात्मा कहते हैं मैं एक हूं और एक ही बार आए अधर्म का विनाश कर कलियुग का विनाश कर सत्य की സ്ഥാപന करता. അതുകൊണ്ടാണ് ബാബ നമ്മളോട് പറയുന്നത് ഞാൻ ഒരാളെ ഉള്ളൂ, ഞാൻ ഒരു പ്രാവശ്യമേ വരുള്ളൂ, എനിക്ക് ഒരു കർത്തവ്യമേ ഉള്ളൂ. അതെന്താണ്? കലിയുഗത്തിന്റെ അവസാനം അനേക അധർമ്മങ്ങൾ ലോകത്ത് നിറയുമ്പോൾ ആ അധർമ്മത്തെ നശിപ്പിച്ച് കലിയുഗത്തിന്റെ വിനാശം നടത്തി ഞാൻ സത്യയുഗത്തിന്റെ സ്ഥാപനം ചെയ്യും. മേരെ അനേക സമയ സംഗമിക്കും. അതുകൊണ്ട് ഞാൻ വരുന്ന സമയം സംഗമില്ല. ഞാൻ എവിടെ നിന്ന് വരും? അവര് പറഞ്ഞ ബ്രഹ്മമാണ്. അവരുടെ ബ്രഹ്മം എങ്ങനെ വരും? അഖണ്ഡ തത്വത്തിന് എങ്ങനെ വരും? തെറ്റി. ബ്രഹ്മത്തിലിരിക്കുന്ന പരമാത്മാവാണ് വരേണ്ടത്. അവര് പിന്നെ പറഞ്ഞ പരമാത്മാവ് ദ്വാപരത്തിൽ വരും. ഈശ്വരൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ദ്വാപരത്തിൽ എന്തിനാ വരുന്നത്? കലിയുഗം സ്ഥാപിക്കാൻ. കലിയുഗം അധർമ്മത്തിന്റെ ലോകമാണ്. അപ്പൊ ഈ അധർമ്മം ഏറ്റവും മൂർച്ഛിപ്പിക്കുന്നത് കലിയുഗത്തിന്റെ അവസാനം. ആ സമയത്ത് അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ സംഗമത്തിൽ വരും. ഇത് ബാബ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ ബാബ മനുഷ്യരിൽ നിന്നും ദേവതയാക്കാൻ വന്നിരിക്കുകയാണ്. ബാബയോട് നമ്മൾ ഹൃദയപൂർവ്വം നന്ദിയുള്ളവരാകണം. ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നമ്മൾ നടക്കണം. ഒരാളോട് നമുക്ക് സത്യമായ പ്രീതി ഉണ്ടായിരിക്കണം. പ്രീതിയുള്ള കുട്ടികളുടെ അടയാളം അവര് ബാബയെ തന്നെ ഓർമ്മിക്കും, ബാബയുടെ മതപ്രകാരം നടക്കും, മനസ്സാവാച കർമ്മണാർത്ഥം ദുഃഖം കൊടുക്കില്ല, ആരോടും വെറുപ്പുണ്ടാവില്ല, തന്റെ സത്യസത്യമായ കണക്ക് ബാബയ്ക്ക് കൊടുക്കും, കുസംഗത്തിൽ നിന്നും അവരവരെ രക്ഷിക്കും. അല്ലെ? അപ്പൊ ഇന്ന് ബാബ പറഞ്ഞ പ്രധാന പോയിന്റ് എന്താണ്? നമുക്ക് ആരോടും വെറുപ്പ് പാടില്ല. അതിന് കാരണം എല്ലാവരും അവരവരുടെ പാർട്ടാണ്. അവർ നമുക്ക് ദുഃഖം തരാൻ കാരണം എന്താണ്? അവരുടെ പാർട്ടിൽ നമുക്ക് ദുഃഖം തരാനുണ്ട്. നമ്മുടെ പാർട്ടിൽ എവിടെയോ നമ്മൾ ദുഃഖം കൊടുത്തിട്ടുണ്ട്, ആ കടം വീട്ടാനാണ്. അതുകൊണ്ട് ബാബ പറയണു അങ്ങനെ കടം വീട്ടാൻ സഹായിച്ചവരോട് വെറുപ്പ് വയ്ക്കണം. അവരുടെ നേരെ നമ്മൾ നല്ല ശുഭഭാവന നമ്മൾ വയ്ക്കണം. ആരോട് നമുക്ക്
വിദ്വേഷം പാടില്ല. ബാബ പറയാണ് സമ്പൂർണ്ണ നിർവികാരി ലോകമാണ് സത്യയുഗം, ഇത് സമ്പൂർണ്ണ വികാരി ലോകം. ദ്വാപരം അതിൽ ഒറ്റടിക്ക് ദുഃഖങ്ങൾ ഇടിഞ്ഞു വീണില്ല, പതുക്കെ പതുക്കെ ദുഃഖങ്ങൾ. നമ്മുടെ ദുഃഖത്തെ തടുത്തു നിർത്താനുള്ള ഒരു കഴിവ് എന്തിനുണ്ട്? ഈ അവിവിചാര ഭക്തി കൊണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മുടെ മനസ്സ് ചെതറിപ്പോയി, ആ പവർ ഹൗസിൽ നിന്ന് ചെതറിപ്പോയിട്ട് നമ്മൾ രജോഗുണ ഭക്തി, ദേവതാ ഭക്തി, പിന്നെ ഭൂതപ്രേതാദികളെ യക്ഷരക്ഷസുകളെയൊക്കെ ആരാധിക്കാൻ തുടങ്ങി. അത് കുറച്ചുകൂടി ഭേദമാണ്. പിന്നെ കലിയുഗത്തിലെ മനുഷ്യരെ പൂജിക്കാൻ. ഇന്ന് സ്വാമി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പഞ്ചഭൂത നിർമ്മിതമായ ദേഹമാണ്. പിന്നെ എന്ത് പറ്റി? ആ ദേഹത്തിന്റെ പാദപൂജ ചെയ്യാം. അങ്ങനെ ഭക്തി തമോ ഗുണമായപ്പോൾ തീരെ ശക്തിയില്ലാത്തവരായി. ആ സമയത്ത് ബാബ വരും. ഇതാണ് ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിച്ചത്. ബാബ വന്ന് പഠിപ്പിച്ചാലും ബാബ പറഞ്ഞ എല്ലാവർക്കും എന്നോട് ഒരുപോലെ സ്നേഹം വരത്തില്ല, എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കത്തില്ല. വന്നല്ലോ, അത് തന്നെ നല്ലത്. പക്ഷെ വന്നാലും എല്ലാവരും അനുസരിക്കില്ല. അതിന് കാരണം എന്താണ്? നമ്പർ വാർ പദവിയുണ്ട്. അവിടെ ബാബറിന് രാജാവുണ്ട്, റാണിയുണ്ട്, നൗക്കറുണ്ട്, ജാക്കറുണ്ട്, ദാസദാസികളുണ്ട്, അവർ പണക്കാരി പ്രജയുണ്ട്, പണമില്ലാത്ത പ്രജകളുണ്ട്, എല്ലാം ഇവിടെ സ്ഥാപിക്കപ്പെട്ടാണ്. അതുകൊണ്ട് ബാബ പറഞ്ഞു സംഗമയുഗത്തിലെ എല്ലാവരും ഇതുപോലെ പഠിക്കില്ല. ഇത് ബാബ പറഞ്ഞു നമ്മൾ ദൈവത്തിന്റെ കുട്ടികളായിരിക്കുന്ന സമയം, അത് ദേവതകളുടെ കുട്ടികളായിരിക്കുന്ന സമയം. അതുകൊണ്ട് ഈ സമയം, ഈ സംഗമയുഗമാണ് നമ്മുടെ ഏറ്റവും ഉയർന്ന സമയം. എന്തുകൊണ്ടെന്നാൽ ഈ സമയത്ത് നമ്മൾ ദൈവത്തിന്റെ കുട്ടികളാണ്. ബാബ പറയാണ് നിങ്ങളുടെ കണക്ക് എനിക്ക് തരാം, എന്റെ കണക്ക് ഞാൻ നിങ്ങളോട് തന്നു. മുക്തിയും ജീവൻ മുക്തി എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ തന്നു. അതേപോലെ നമ്മുടെ കണക്ക് തരും. പക്ഷെ പല കുട്ടികളുടെയും വിചാരം ബാബ നമ്മൾ പട്ടണി കിടന്ന് പോയാലും ബാബ പറയാണ് ഈ ലോകത്ത് ആരാ പട്ടണി കിടക്കുന്നത്? വെറുതെ ഒരു കാഷായ ഇട്ടുകൊണ്ടാണ് പൈസ. അവർ എന്റെ കുട്ടികൾ പട്ടണി കിടക്കില്ല. പക്ഷെ ബാബ പറയണു എനിക്ക് കണക്ക് കേൾപ്പിക്കണം. ഓരോ ചുവടിലും ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കണം. അവരാണ് സുപുത്രന്മാർ. ലൗകികത്തിലും കുപുത്രന്മാർ അച്ഛൻ പറയുന്നത് അനുസരിക്കില്ല, അച്ഛൻ ഇഷ്ടമാവില്ല. സുപുത്രന്മാർ അച്ഛൻ പറയുന്നത് അനുസരിക്കും. അവർക്ക് ബാബയോ അച്ഛനോട് വലിയ ഇഷ്ടമായിരിക്കും, അച്ഛൻ അവരോട് ഇഷ്ടമായിരിക്കും, സമ്പത്ത് അവർക്കായിരിക്കും കൊടുക്കും. ഇവിടെ ബാബയും പറയാണ് നിങ്ങൾ എന്റെ ശ്രീമത്ത് അനുസരിച്ച് നടക്കണം. എന്റെ പ്രധാന ആജ്ഞ അല്ലെങ്കിൽ ശ്രീമത്ത് ഇതാണ്, നിരന്തരം എന്നെ തന്നെ ഓർമ്മിക്കണം. എവിടെയാണോ എത്തേണ്ടത്, ആരുടെ അടുത്താണോ എത്തേണ്ടത്, ആ സ്ഥലത്തിൽ ആ ആളെ തന്നെ ഓർമ്മിക്കണം. എങ്കിൽ മാത്രമേ ജന്മജന്മങ്ങളുടെ വികർമ്മങ്ങൾ വിനാശമാകും. ഇതാണ് പ്രധാന ആജ്ഞ. ഇത് ബാബ പറയുന്നത് ഒരു വിനാശത്തിന്റെ സമയമാണ്. ഈ ഡ്രാമ പൂർത്തിയായി ഇതൊന്നും ലോകത്ത് ആർക്കും തന്നെ അറിയില്ല. അവര് അന്ധനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനാശ സമയമായി, നാടകം പൂർത്തിയായി, ബാബ വന്നിട്ടുണ്ട്. കൽപ്പമായിട്ട് നമ്മൾ വിളിച്ചാൾ വരുമ്പോൾ എത്ര സ്നേഹം നമുക്ക് ഉണ്ടായിരിക്കണം. ബാബ പറയുന്ന കുട്ടികൾക്ക് അത്ര സ്നേഹമൊന്നും എന്നോടില്ല. ഭർത്താവിനോട് സ്നേഹമുണ്ട്, പതിമാരുടെയും പതിയായ എന്നോട് വലിയ സ്നേഹമൊന്നും കാണിക്കുന്നില്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ബാബ പറഞ്ഞു എന്നെ നിരന്തരം ഓർമ്മിക്കണം, കുസംഗത്തിലേക്ക് പോകരുത്, സദാ ബാബയുടെ സത്യമായ സംഘത്തിൽ നമ്മൾ ഇരിക്കണം. പിന്നെ വരദാനത്തിൽ എന്താ പറഞ്ഞ? സൂക്ഷ്മ പാപങ്ങളുണ്ട്. മറ്റുള്ളവരുടെ കുറവുകൾ കേൾക്കുക, പറയുക, പരത്തുക. മറ്റുള്ളവർ പറയുമ്പോൾ അതിന് വാഹ് എന്ന് പറഞ്ഞ് സപ്പോർട്ട് കൊടുക്കുക. ഇതെല്ലാം പാപമായിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഉയർന്നങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. സ്ലോഗനിൽ എന്താ പറഞ്ഞത്? ആദിപിതാവിനെ പോലെ നമ്മൾ ശാന്തിയിലും ശക്തിയിലും ഗുണങ്ങളിലും നമ്മൾ സ്തംഭമായിട്ട് മാറണം. ഓം ശാന്തി. അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് ബാബയോ. शिक्षाओं पर हम प्यारे बाबा ध्यान धरेंगे। ओ गुणवान बनाने वाले आपके गुणों का दान करेंगे। खुश रहेंगे, खुश करेंगे, खुशियों से खुशहाल रहेंगे। हम सदा खुशहाल रहेंगे, खुशी से माला माल करेंगे। प्यार भरी शिक्षाओं
पर हम प्यारे बाबा ध्यान धरेंगे, ध्यान धरेंगे। कोई ना अब मुरझाया होगा, हर चेहरा मुस्काता होगा। सर्व खजानों के मालिक से भरपूर सभी का खाता होगा। कोई ना अब मुरझाया होगा, हर चेहरा मुस्काता होगा। सर्व खजानों के मालिक से भरपूर सभी का खाता होगा। चिंता और तनाव के सारे खत्म सभी के जाल करेंगे। प्यार भरी शिक्षाओं पर हम प्यारे बाबा ध्यान धरेंगे, ध्यान धरेंगे। ओम शांति। ओम शांति। ओम शांति। ओम शांति। ആരൊക്കെയുണ്ട്? അംബികാമാജിയുണ്ട്, ചേർത്തലയിൽ അംബികാമാജിയുണ്ട്. സരസ്വതി. ആരെയും കാണുന്നില്ല ഇതിനകത്ത്. ഓം ശാന്തി ഭായി. ഓം ശാന്തി. സർലമാജിയാണോ? ഓം ശാന്തി. ആരെ ആരാ വിളിക്കുന്നേ? ശാന്തി. ഉണ്ണിത്താൻ ഭായി ഉണ്ടോ? ഓം ശാന്തി ഭായി. ഓം ശാന്തി. ഓം ശാന്തി. ക്ലാസ് ഇല്ല, ഞാൻ വയനാട്ടിലാണ്. വയനാട്ടിലാണല്ലേ? ഭായി എത്തിയിട്ടില്ല അല്ലേ? ഇല്ലില്ല. ഇന്ന് മാവേലിക്കര ബട്ടി ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ഇല്ല. ഇന്ന് 7 മണിയുടെ ക്ലാസ് ഇല്ല അല്ലേ? ടിങ്കിൾ രാത്രി വരുമല്ലോ അല്ലേ? മഴാൽ ഇന്നല്ലേ? ഇന്നോ? ഇപ്പോഴും എനിക്കൊരു ക്ലാസ് അല്ല. അയ്യപ്പൻ ഭായി വന്നോ? വൈകിട്ട് വരില്ലേ? ചോദിച്ചിട്ട് വാ, ചോദിച്ചിട്ട് രണ്ടുപേരും. രാജേഷ് ഭായി എന്ത് പറയുന്നു? നല്ല വിശേഷം. അപ്പൊ നമ്മുടെ മുരളിക്കൊക്കെ ആളൊക്കെ കുറച്ച് കുറഞ്ഞല്ലോ, അതെന്താ? ആത്മാക്കളെ വൈകിട്ടത്തെ ക്ലാസ് ആദ്യമല്ലേ വൈകിട്ടോ? അല്ല, 10-20 പേരുണ്ടായിരുന്നല്ലോ, ഇന്ന് 11 പേരുള്ളൂല്ലോ. അല്ല, വൈകിട്ടത്തെ ക്ലാസ് ആള് കുറവായിപ്പോ. കുറവാണ്. കുറവാ. എല്ലാരും പഠിച്ച് വന്നായിരുന്നു. ചില ദിവസം 20 പേര്. രാവിലെ മുരളിക്ക് ആളുകൾ വേണ്ടതല്ലേ? ക്ലാസ് തുടങ്ങി പല സ്ഥലത്തും. പിന്നെ വയനാട്ടിലെ എന്തിന്റെ വിശേഷങ്ങൾ? തണുപ്പുണ്ടോ? ഇന്നലെ ഇവിടെ ശക്തമായ മഴ ഇടിവിട്ടുമായിരുന്നു ആലപ്പുഴയിലൊക്കെ. കോടമഞ്ഞും കാറ്റുമായി. മഴയും കോടമഞ്ഞാ പോയി. രാവിലെ 8-8:30 വരെ. ഇതുവരെ മഞ്ഞ് മാറിയിട്ടില്ല.
അത് ശരി. ഇവിടെ ഇന്നലെയൊക്കെ ഭയങ്കര മഴ ഇടിവെട്ട് വരുന്നു. നേരത്തെ ശക്തമായ മഴ ഒരു 10 മിനിറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ മണിക്കൂർ കണക്ക് നീണ്ടു നിൽക്കാം. 12-ാം തീയതി വരെ ഉണ്ടെന്നാണ് കേട്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 15-ാം തീയതി വരെ നീട്ടും. നാളെ ഞാൻ കൽപ്പറ്റ സെന്ററിൽ പോകുന്നുണ്ടോ കൽപ്പറ്റയില്? രാവിലെ 7 മണിക്ക് ക്ലാസ് വിളിച്ചു. നാളെ പോകും അല്ലേ? അവിടെ ഷീല സിസ്റ്ററോട് നമ്മുടെ അന്വേഷണം പറഞ്ഞേക്കും. ഓക്കെ. പ്രദീപായി ഉണ്ടല്ലേ? ബാക്കി എല്ലാവർക്കും ഓം ശാന്തി. ആരും ഫോൺ വരുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഓം ശാന്തി. ഓം ശാന്തി ഭായി. ഓം ശാന്തി. എല്ലാവർക്കും ഓം ശാന്തി. അപ്പൊ ഉണ്ണിത്തമ്മായി കവിതാ സിസ്റ്റർ ഉണ്ടോ? ഉണ്ടല്ലോ, അത് ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ. ആണല്ലേ? ഉണ്ടായിരുന്നല്ലേ രണ്ടുപേരും? ഓക്കെ, അന്വേഷണം പറയാം എല്ലാവരോടും. ഓം ശാന്തി. എല്ലാവർക്കും ഓം ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി.